ഹലോ. നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? എല്ലാരും വന്നില്ലേ? ഹലോ. തുടങ്ങാം. ഓക്കെ. ഇന്നലെ ഞാനൊരു ടാസ്ക് തന്നിട്ടുണ്ടായിരുന്നു. എത്ര പേര് നോക്കിയത്? ആരും നോക്കിയില്ലേ ഇന്നലെ പറഞ്ഞ ടാസ്ക്? ബിഫോർ ആഫ്റ്റർ വരുന്നല്ലേ? അതെ 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 അതെ. നോക്കിയോ? ബിഫോർ ആഫ്റ്റർ വരുന്നത് ഒരു എക്സാമ്പിൾ ഞാൻ കണ്ടതെന്ന് വെച്ചാൽ ഈ ഓർത്തോറോബിൻ ഇന്നലെ പറഞ്ഞിരുന്ന എക്സാമ്പിൾ തന്നെയാണ്. ഓർത്തോറോബിൻ്റെത് എക്സാമ്പിൾസിൽ അവരൊരു പറയാറുണ്ട്, പണ്ട് എനിക്ക് പടികൾ കയറാൻ ബുദ്ധിമുട്ടായിരുന്നു, ഇപ്പോൾ ഇത് തേച്ചതിന് ശേഷം എനിക്കിപ്പം പടികൾ ഒരു ആയാസം ഇല്ലാതെ നല്ല ആയാസരഹിതമായിട്ട് കയറാന്നുള്ള ഒരു ഇത് ബിഫോർ ആഫ്റ്റർ അവർ പറയാറുണ്ട്. ഓക്കെ. പിന്നെ വേറെ ഏതെങ്കിലും എക്സാമ്പിൾ, വേറെ ആർക്കെങ്കിലും എക്സാമ്പിൾ കിട്ടിയോ വിമലിനല്ലാതെ? വേറെ ഈ പങ്കജകസ്തൂരിയുടെ ഈ കഫ് സിറപ്പിന്റെ ഒരു പരസ്യം ഉണ്ടല്ലോ, കുട്ടികള് ഈ ആസ്മ ചുമ ഒക്കെ വന്നിട്ട് ഈ പങ്കജകസ്തൂരിയുടെ മരുന്ന് കഴിച്ചപ്പോ അത് മാറി എന്നൊക്കെ പറയും. ഒരുപാടുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, കറക്റ്റ്. പിന്നെ ബാക്കിയുള്ളവരോ? ബാക്കി ആർക്കും എക്സാമ്പിൾ കിട്ടിയില്ലേ? വേറെ ആരും നോക്കിയില്ലേ? ആകെ രണ്ടുപേരെ നോക്കിയുള്ളൂ ടാസ്ക് തന്നിട്ട്. ഫെയർ ആൻഡ് ലവ്ലിയുടെ സ്കിൻ ഗ്ലോ. ഓക്കെ. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന്, നിങ്ങൾക്ക് ആർക്കും കിട്ടിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് കാണിച്ചു തരാം. ഒരു മിനിറ്റ്, എന്റെ സ്ക്രീൻ വിസിബിൾ അല്ലല്ലോ അല്ലേ? സ്ക്രീൻ കാണുന്നുണ്ടോ? ഇല്ല. ഓക്കെ ഓക്കെ. ഇപ്പൊ കാണുന്നില്ലേ? ഉണ്ട്. ഓക്കെ. ഇതിലെ ഓഡിയോ കേൾക്കുന്നില്ല ഇന്നലത്തെ പോലെ. ഓഡിയോ കേൾക്കുന്നില്ല, എന്താ പറ്റേ? ഞാൻ എന്നാൽ ഇനി ഏതെങ്കിലും വീഡിയോസ് ഉണ്ട്, അതിന്റെ ലിങ്ക് ചാറ്റിൽ ഷെയർ ചെയ്യാം, എന്നിട്ട് നിങ്ങൾ അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കുക. ഓക്കെ. അപ്പൊ കുഴപ്പമില്ലല്ലോ. ഇപ്പൊ കാണിച്ച വീഡിയോ ഒന്നുമില്ല, ആളുടെ മുന്നത്തെ മുടി എങ്ങനെയായിരുന്നതും പിന്നെ പാരച്യൂട്ട് യൂസ് ചെയ്തതിനു ശേഷം ആ പഴയ മുടിയിലേക്ക് തന്നെ പിന്നെയും വന്നു, ആ ഒരു ചേഞ്ച് കാണിക്കുന്നതാണ്. ഓക്കെ. അപ്പൊ ഇന്നലെ എടുത്ത ക്ലാസ്സിലൊന്നും ആർക്കും ഡൗട്ടും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അല്ലെ? നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സ്ലൈഡ് കാണുന്നുണ്ടല്ലോ അല്ലെ? ഓക്കെ. അപ്പൊ ഇന്നലെ നമ്മൾ ജസ്റ്റ് ചെറുതായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കോണ്ടന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുള്ളത്. അപ്പൊ ഇന്ന് അത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അറിയുന്ന കോണ്ടന്റ്സ് ഏതൊക്കെയായിരുന്നു? നമ്മൾ ഇന്നലെ ചെറുതായിട്ടൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നു? പോസ്റ്റേഴ്സ്, പിന്നെ വീഡിയോസ്, പിക്ചേഴ്സ്, ഓഡിയോസ്. വീഡിയോസ്, ബ്ലോഗ്സ്, എല്ലാം എന്താണ്? കോണ്ടന്റ് ആണ് അല്ലെ? ഓക്കെ. റിട്ടൺ കോണ്ടന്റ് ആയിട്ട് നമ്മൾ കാണുന്നത് ഏതൊക്കെയാ? ബ്ലോഗ് പോസ്റ്റ്, ആർട്ടിക്കിൾസ്, കേസ് സ്റ്റഡീസ്, ഇതൊക്കെ എന്താണ്? റിട്ടൺ ടൈപ്പ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ആണ്. വീഡിയോ കോണ്ടന്റ് എന്ന് പറയുന്നത് എന്താ? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വീഡിയോ കോണ്ടന്റ് വരും. ടെസ്റ്റിമോണിയൽസ് വരും, എൻഗേജിങ് വീഡിയോസ് വരും. ആഡിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് വേറെയാണ്, എൻഗേജിങ് ടൈപ്പ് വീഡിയോസ് വേറെയാണ്. പിന്നെ അവയർനെസ്സിന് വേണ്ടിയിട്ടുള്ള വീഡിയോസ് ഉണ്ട്, പിന്നെ ഇൻഫോർമേറ്റീവ് കൈൻഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് വീഡിയോസ് തന്നെ വരുന്നുണ്ട് വീഡിയോ കോണ്ടന്റിൽ. അതിൽ തന്നെ ഡിഫറെന്റ് ടൈപ്സ് വരുന്നുണ്ട്. പിന്നെ ഉള്ള ഏതാ? വിഷ്വൽ കോണ്ടന്റ്.
വിഷ്വൽ കോണ്ടന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഏതൊക്കെയാ? ഇമേജസ്. നമ്മുടെ സോഷ്യൽ മീഡിയാസിലൊക്കെ നിങ്ങൾ കുറെ പോസ്റ്റേഴ്സ് ഒക്കെ കാണാറില്ലേ? നല്ല നല്ല എൻഗേജിങ് അയക്കുന്ന രീതിയിലുള്ള കോപ്പി ഒക്കെ വെച്ചിട്ട്, കോപ്പി മീൻസ് ഒരു ഷോർട്ട് സെന്റൻസ് അല്ലെങ്കിൽ ഒരു ഷോർട്ട് കോണ്ടന്റ് വെച്ചിട്ട് ആ ഒരു ടൈപ്പ് ഓഫ് പോസ്റ്റേഴ്സ് നിങ്ങൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്ന ആൾക്കാരല്ലേ, കാണാറില്ലേ? എന്താണ് ഇന്ററാക്റ്റീവ് ഗ്രാഫിക്സ്? യെസ് ഓർ നോ? അത് നമ്മുടെ ഫോംസ് ആണോ? യാ, അത് എന്താ പറയാ, നമ്മളിപ്പോ വിഷ്വലി വീഡിയോസ് അല്ലാതെ കാണുന്ന ഗ്രാഫിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കോണ്ടന്റ് ഇല്ലേ? ഹലോ ഹലോ. ആ, വീഡിയോ ടൈപ്പ് അല്ലാതെ ഗ്രാഫിക്സ് റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ ഇൻഫോഗ്രാഫിക്സ് എന്നൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഗ്രാഫ് ഒക്കെ ഉണ്ടാവില്ലേ, നമ്മൾ ചില സ്റ്റഡീസ് ഒക്കെ നടത്താൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻ. യാ. അപ്പൊ ഇതാണ് മെയിൻ ആയിട്ടുള്ള ടൈപ്സ് ഓഫ് കോണ്ടന്റ്സ്. ഓക്കെ, ടൈപ്സ് എന്താന്ന് മനസ്സിലായല്ലോ അല്ലെ? ഇനി നമ്മൾ പറഞ്ഞു അതിൽ തന്നെ വീഡിയോ കോണ്ടന്റ് ഡിഫറെന്റ് ടൈപ്സ് പറഞ്ഞു. ഏതൊക്കെയായിരുന്നു നിങ്ങൾക്ക് അറിയുന്ന വീഡിയോ കോണ്ടന്റ്സ്? ഏതൊക്കെയാ ഡിഫറെന്റ് ടൈപ്സ്? സ്പോൺസേർഡ് അഡ്വർടൈസ്മെന്റ്സ്. അഡ്വർടൈസ്മെന്റ്, ഓക്കെ. പ്രൊമോഷൻ, സെയിൽസ് ഓറിയന്റഡ് കോണ്ടന്റ്സ് ആണ് ഉദ്ദേശിച്ചത്? സെയിൽസ് ഓറിയന്റഡ്. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്ലേ ചെയ്യുന്ന, ഓട്ടോമാറ്റിക്കലി പ്ലേ ചെയ്യുന്ന കണ്ടന്റ്സ് ഉണ്ടല്ലോ. ഓക്കെ. പിന്നെ ഉള്ള ടൈപ്പ് ഓഫ് കോണ്ടന്റ് ഏതാ? യൂട്യൂബിൽ തന്നെ വീഡിയോ കോണ്ടന്റ് ആണ് ഞാൻ ചോദിക്കുന്നത്. അതന്നെ, യൂട്യൂബിൽ തന്നെ നമ്മുടെ നോർമൽ വീഡിയോസ് പ്ലേ ചെയ്യുന്നതിന് മുമ്പ് അഡ്വർടൈസ്മെന്റ്സ് പ്ലേ ചെയ്യില്ലേ? ഓക്കെ. വീഡിയോ കണ്ടന്റ്. പിന്നെ വേറെ നമ്മൾ ഇന്നലെ പറഞ്ഞ ഒരു കോണ്ടന്റ് ഓർമ്മയുണ്ടോ? ടെസ്റ്റിമോണിയൽസ് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് പേഴ്സൺ പോയിന്റ് ഓഫ് വ്യൂലാണ് ഈ ടൈപ്പ് ഓഫ് കോണ്ടന്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെന്താണ്? ടൈപ്പ് ഓഫ് കോണ്ടന്റ് അല്ലേ? വീഡിയോ കോണ്ടന്റ് അല്ലേ? അല്ലെ? ഓക്കെ. പിന്നെ ഏതാ ഉള്ളത്? ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റ്സ് കാണാറില്ലേ? അതിൽ നമ്മൾ സെയിൽസ് ഓറിയന്റഡ് ആയിട്ട് ഒന്നും പറയില്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യും. അതും എന്താണ്? ഒരു വീഡിയോ കോണ്ടന്റ് ആണ്. പിന്നെ ഏതാ ഉള്ളത്? എന്തെങ്കിലും ഒരു കാര്യം ആൾക്കാരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് വീഡിയോസ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരു ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്തു, അത് ആൾക്കാരിലേക്ക് എത്തിക്കണം, അത് നമ്മളൊരു വീഡിയോ ത്രൂ അറിയിക്കുന്നത്, അതെന്താണ്? അവയർനെസ് ടൈപ്പ് ഓഫ് കോണ്ടന്റ് ആണ്. ഓക്കെ. അപ്പൊ വീഡിയോസിൽ ഇത്രയും ടൈപ്സ് ആണ് വരുന്നത്. ഇത് ഓരോ ടൈപ്പും എങ്ങനെ സ്ക്രിപ്റ്റ് എഴുതണം എന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നാളെ പഠിക്കും. ഇന്ന് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ വീഡിയോസിൽ കാര്യം പറഞ്ഞു. ഇനി പോസ്റ്ററിലേക്ക് വരികയാണെങ്കിൽ, പോസ്റ്റർ കോണ്ടന്റ് നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ? ഏതെങ്കിലും ഒരു പോസ്റ്റർ അഡ്വർടൈസ്മെന്റ് കണ്ടിട്ട് ഇത് കൊള്ളാലോ, ഇത് എങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് ഇവരെങ്ങനെ ചെയ്തു എന്നൊക്കെ തോന്നിയിട്ടുണ്ടോ എപ്പോഴേലും? ഏതെങ്കിലും ഒരു പേജിന്റെ അങ്ങനെ കണ്ടന്റ് കണ്ടിട്ട് ശ്രദ്ധിക്കാറുണ്ടോ അങ്ങനെ കണ്ടന്റ്സ്? പോസ്റ്റർ ഏത് പേജിന്റെ കണ്ടിട്ടാ? ട്രാവൽ റിലേറ്റഡ് അഡ്വർടൈസ്മെന്റ്സ് കണ്ടിട്ടുണ്ട്, പോസ്റ്റേഴ്സ്. അതായത് ഇപ്പൊ ഒരു പാക്കേജസ് ഓഫർ ചെയ്യുന്ന. ഇപ്പൊ സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങള് അജ്മിയുടെ ഒക്കെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ? അജ്മി, മിൽമ, അവരുടെ ഒക്കെ അക്കൗണ്ട് ഫോളോ ചെയ്യുന്ന, അമുല്, അവരുടെ ഒക്കെ ടൈപ്പ് പോസ്റ്റർ കോണ്ടന്റ്സ് കുറച്ചുകൂടെ എൻഗേജിങ് ആണ്. ഒരു പക്ക സെയിൽസ് ഓറിയന്റഡ് ആയിട്ടല്ല ചെയ്യാറ്, കുറച്ചുകൂടെ ഓഡിയൻസിന് ഒന്ന് എൻഗേജ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കോണ്ടന്റ് ആണ് അവർ ചെയ്യാറ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവരുടെ അക്കൗണ്ട് നോക്കിയിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും പോസ്റ്റെങ്കിലും? ക്യാച്ചി ആയിട്ടുള്ള ഉണ്ടായിരുന്നു ഈ അടുത്ത സമയത്ത്. ഓക്കെ, ഞാനൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം എക്സാമ്പിള്. ആ PPT ഒന്ന് ഷെയർ ചെയ്യോ പിന്നീട്? ഞാൻ ഷെയർ ചെയ്യാം. മിനിറ്റ്, ഞാൻ മിൽമയുടേത് ഷെയർ ചെയ്യാം. ലിങ്ക് ഞാൻ വേണമെങ്കിൽ
എന്റെ സ്ക്രീന് കാണുന്നില്ലല്ലോ അല്ലെ? കാണുന്നുണ്ടോ? ഇല്ല ഇല്ല. ജസ്റ്റ് കാണിച്ചാല്. നിങ്ങൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ചല്ലേ? മൂവ്മെന്റ് മാർക്കറ്റിംഗ് കേട്ടിട്ടുണ്ടോ? അറിയോ? മൂവ്മെന്റ് മാർക്കറ്റിംഗ് എന്താണെന്നറിയോ? ക്യാൻ യു സ്പെൽ ദാറ്റ് പ്ലീസ്? എന്താണ്? മൂവ്മെന്റ് മാർക്കറ്റിംഗ്. മൂവ്മെന്റ് മാർക്കറ്റിംഗ് കേട്ടിട്ടുണ്ടോ? No. കേട്ടില്ല? ഇല്ല ഇല്ല. മൂവ്മെന്റ് മാർക്കറ്റിംഗ് കേട്ടിട്ടില്ല. കേട്ടിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ഞാൻ കേട്ടിട്ടില്ല, അറിയില്ല. ഓക്കെ കുഴപ്പമില്ല. ഞാൻ അതിന്റെ എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു. ഞാൻ അതാണ് നോക്കുന്നത്. ഓക്കെ. ഇപ്പൊ സ്ക്രീന് കാണുന്നില്ലേ? ഇല്ല. No. കാണുന്നുണ്ടോ? ഇല്ല. ഇതെന്താ? ഇത് കാണുന്നില്ല. ഇത് സ്ക്രീൻ കണ്ടിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് എന്താ മനസ്സിലായി? സ്ക്രീൻ കാണുന്നില്ലേ? It ഹലോ? says you have started screen sharing but not yet. ഇല്ല, കാണുന്നില്ല. കാണുന്നില്ല. ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടല്ലോ. ഒരു മിനിറ്റ്. ഇപ്പോഴോ? ഇല്ല. കാണുന്നില്ല. കാണുന്നുണ്ടോ? ഇല്ല. ഇല്ലേ? ഇപ്പോഴും കാണുന്നില്ല? ഒരു മിനിറ്റ്. ഈ PPT കാണുന്നുണ്ടോ? ഒന്നും കാണുന്നില്ല. ഒന്നും കാണുന്നില്ലേ? എന്റെ പക്ഷെ ഷെയറിങ്ങിലാണ്. നേരത്തെ ഞാൻ കാണിച്ചപ്പോ കണ്ടില്ലായിരുന്നോ PPT ഒക്കെ? അത് കണ്ടിരുന്നു, പക്ഷെ ഇപ്പൊ കാണുന്നില്ല. ഇപ്പൊ കാണാം. കാണാവോ? യെസ്. ഓക്കെ, ഇപ്പൊ കാണുന്നുണ്ടല്ലോ അല്ലെ? ഈ ഒരു പോസ്റ്റ് കാണുന്നുണ്ടോ? കാണാം. ഓക്കെ, ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? ഈ ഒരു ആഡ് കണ്ടിട്ട്, ആഡ് അല്ല, ഒരു പോസ്റ്റർ കണ്ടിട്ട് ഇതുപോലത്തെ പോസ്റ്റേഴ്സ് കാണാറുണ്ടോ? ഇൻസ്റ്റഗ്രാമിൽ കാണാറില്ലേ ഇതേപോലത്തെ പോസ്റ്റേഴ്സ്? ആ, ഓക്കെ. അപ്പൊ ഇതില് ഈ ഒരു സെന്റൻസ് കണ്ടോ? കറിയിലെ കലാശക്കൊട്ട്. അത് ഇങ്ങനെ ഒരു പോസ്റ്ററിൽ ഇതുപോലെ കുറച്ച് കേച്ചി ആയിട്ട് എന്നാൽ ഷോർട്ട് ആയിട്ട് ഓഡിയൻസിന്റെ അറ്റൻഷൻ കിട്ടുന്ന ടൈപ്പിൽ ചെയ്യുന്ന കോണ്ടന്റ് ഉണ്ട്. ഈ ടൈപ്പ് ഓഫ് കോണ്ടന്റിനെയാണ് കോപ്പീസ് എന്ന് പറയും. കോപ്പി കേട്ടിട്ടുണ്ടാവും നിങ്ങൾ? കോപ്പി റൈറ്റർ, കോണ്ടന്റ് റൈറ്റർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? കോപ്പി റൈറ്റർ എന്ന് കേട്ടിട്ടില്ലേ? ഈ ഹാരിംഗ് പോസ്റ്റേഴ്സിലൊക്കെ കാണാറില്ലേ കോപ്പി റൈറ്റർ എന്ന് പറഞ്ഞിട്ട്? ഓക്കെ, അപ്പൊ ഈ ടൈപ്പ് ഓഫ് കോണ്ടന്റ്
ചെയ്യുന്ന ആൾക്കാരെയാണ് കോപ്പി റൈറ്റർ എന്ന് പറയാം. And ഈ ടൈപ്പ് ഓഫ് കോണ്ടന്റ്സ് ആണ് എന്ത്? കോപ്പീസ്. എന്താ പറയാ? ഈ ക്യാപ്ഷൻ ആണോ ഉദ്ദേശിച്ചത്? ക്യാപ്ഷൻ. ഈ ഒരു ഇത് കണ്ടോ? ഈ ഒരു പോസ്റ്ററിലെ ഇത് കണ്ടോ? ഞാൻ ഇപ്പൊ മൗസ് പോയിന്റ് കാണിക്കുന്നത് കറിയിലെ കറിയിലെ കലാശക്കൂട്ട്. കലാശക്കൂട്ട്. ആ ഇതുപോലെ ഓരോ പോസ്റ്ററിലും ഇതുപോലെ കുറച്ച് ക്യാച്ചി ആയിട്ട് ഓഡിയൻസിന്റെ അറ്റൻഷൻ കിട്ടുന്ന രീതിയിൽ കോണ്ടന്റ്സ് യൂസ് ചെയ്യും. ഈ ടൈപ്പ് ഓഫ് കോണ്ടന്റ് ആണ് എന്ത് പറയാ? കോപ്പി. ഇത് പോസ്റ്റേഴ്സിൽ മാത്രമല്ല, നമ്മൾ ഒരുപാട് പരസ്യങ്ങൾ, പണ്ടത്തെ പരസ്യങ്ങളൊക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് ഇപ്പോഴും ഓർമ്മയിൽ നിൽക്കുന്ന കുറെ പരസ്യവാചകങ്ങളില്ലേ? ഫോർ എക്സാമ്പിൾ, വിശ്വാസം അതല്ലേ എല്ലാം. ഏത് ബ്രാൻഡിന്റെയാ വിശ്വാസം അതല്ലേ എല്ലാം? കേട്ടിട്ടില്ലേ ആ ഒരു ടാഗ് ലൈൻ? അത് ജ്വല്ലറിയുടെ പരസ്യമല്ലേ? കല്യാണിന്റെ പരസ്യം. വേറെ പറയാം, ജനകോടികളുടെ വിശ്വസിച്ച സ്ഥാപനം അതേതാ? അറ്റ്ലസ്. ഓക്കെ. പിന്നെ ഉയരം കൂടുന്തോറും ചായക്ക് സ്വാദ് കൂടും. കണ്ണൻ ദേവൻ. കേട്ടിട്ടില്ലേ? ഏതാണ്? ഏത് ബ്രാൻഡിന്റെ? കണ്ണൻ ദേവനല്ലേ? യെസ്. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് ടാഗ് ലൈൻസ് പറയാം. ഇതൊക്കെ എന്താണ്? കോപ്പി എന്നാ പറയാ. ഓക്കെ. അതൊക്കെ ഈ പരസ്യങ്ങളൊക്കെ എത്രയോ വർഷങ്ങൾ മുന്നേ ചെയ്ത പരസ്യങ്ങളാണ്. പക്ഷെ ഇന്നും ആൾക്കാർക്ക് ഇത് കേൾക്കുമ്പോൾ ഓർമ്മിക്കും, ഇത് ഈ ഒരു ബ്രാൻഡിന്റേതാണെന്ന് നിങ്ങളുടെ മൈൻഡിൽ വരുന്നില്ലേ? അതാണ് കോപ്പിയുടെ പവർ എന്ന് പറയുന്നത്. കുറച്ച് നിങ്ങൾക്ക് അറിയാവുന്ന ഇതുപോലത്തെ കുറച്ച് കോപ്പീസ് ഒന്ന് പറഞ്ഞേ. മിൽമ, കേരളം കണി കണ്ടുണരുന്ന നമ്മ. ഓക്കെ. പിന്നെ ഏതാ? സർഫ് എക്സൽ കാറ നല്ലതാണ്. ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കുറച്ച് കോപ്പീസ് ഉണ്ട്. 5 സ്റ്റാറിന്റെ കോപ്പി അറിയില്ലേ? 5 സ്റ്റാറിന്റെ കോപ്പി എന്താ? വിശന്നാൽ നിങ്ങളല്ലാതാവും. വിശന്നാൽ നിങ്ങളല്ലാതാവും. അതേത് ബ്രാൻഡ്? അല്ല, അത് സ്നിക്കേഴ്സ് ആണ്, മാറിപ്പോയി. ഓക്കെ. പിന്നെ വേറെ ഏതാ? ദൈവത്തിന്റെ സ്വന്തം നാട്. ദൈവത്തിന്റെ സ്വന്തം നാട്. ഓക്കെ. നമ്മളെ കേരളനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ്. ഓക്കെ. പിന്നെ വീട്ടിൽ സ്വർണം വേറെ ഏതാ? വെളിയിൽ എന്തിനാ നോക്കുന്ന അങ്ങനെ മോഹൻലാൽ. അതേതാ ബ്രാൻഡ്? ഏതാ? മുത്തൂറ്റ് അല്ല, മണപ്പുറല്ലേ? മണപ്പുറം ഫിനാൻസ് ആണെന്നാണ് എന്റെ ഒരു ഓർമ്മ. ഓക്കെ. അപ്പൊ കോപ്പി എന്താന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. മനസ്സിലായോ കോപ്പി എന്താന്നുള്ളത്? ദിസ് ടൈപ്പ് ഓഫ് ടാഗ് ലൈൻ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇന്നലെ നമ്മള് ഒരു അൾട്രാടെക് സിമെന്റിന്റെ വീഡിയോ കാണിച്ചപ്പോ അതിൽ ലാസ്റ്റ് ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ആരാ ചോദിച്ചെന്ന് എനിക്ക് ഓർമ്മയില്ല, നമ്പർ 1 സിമെന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സെന്റൻസ് വെച്ചത് അങ്ങനെ വെക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടില്ലായിരുന്നു. ആക്ച്വലി അത് അവരുടെ കോപ്പിയാണ്. ഓക്കെ. ഈയിടെ ലേറ്റസ്റ്റ് ആയിട്ട് മോഹൻലാലിന്റെ ഒരു ആഡ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഒരുപാട് വൈറലായ ഒരു ആഡ് ആണ്. കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങള്? മോഹൻലാലിന്റെ ഒരു ജ്വല്ലറി ബ്രാൻഡിന് വേണ്ടി ചെയ്ത ഏതായിരുന്നു? ആരും കണ്ടിട്ടില്ലേ? അതെ. അതിന്റെ കോപ്പി ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു? ഓർമ്മയുണ്ടോ? ആരും ഓർമ്മയില്ലേ? അതില് മോഹൻലാൽ പറയുന്ന ഒരു ഡയലോഗ് ഇല്ലേ? ഓർമ്മയില്ല? യെസ്, കറക്റ്റ്. അതാണ്. അതെ, കറക്റ്റ്. അതാണ് എന്ത്? അവരുടെ ബ്രാൻഡിന്റെ കോപ്പി. ഇതേപോലെ ഒട്ടുമിക്ക ബ്രാൻഡ്സിനും അവരുടേതായ കോപ്പീസ് ഉണ്ടാവും. ഒരു പെർമനന്റ് കോപ്പി വീഡിയോസിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ പോസ്റ്റേഴ്സിൽ എന്താണ്? നമ്മൾ കോപ്പീസ് യൂസ് ചെയ്യും. ഇതേപോലെ ക്രിയേറ്റീവ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ ഒബ്ജക്റ്റീവ് അനുസരിച്ചിട്ടാണ്. നമുക്ക് ഓരോ കോണ്ടന്റിനും പെർട്ടിക്കുലർ ഒബ്ജക്റ്റീവ്സ് ഉണ്ടാവും. ഇപ്പോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുകയാണ്, അവിടെ ഇപ്പൊ ഒരു അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് ആൾക്കാരിലേക്ക് എത്തിക്കണം, ഓഡിയൻസ് അറിയണം. അപ്പൊ അതിനു വേണ്ടി ചെയ്യുന്ന ഒരു പോസ്റ്റർ കോണ്ടന്റിൽ എന്തൊക്കെ ഉണ്ടാവും? ജസ്റ്റ് ഇതേപോലെ ഒരു ക്രിയേറ്റീവ് കോപ്പി വെച്ചിട്ട് മാത്രം കാര്യമുണ്ടോ?
അങ്ങനെ ഒരു പോസ്റ്ററിൽ കാര്യമുണ്ടോ? കാര്യമില്ല. എന്തുകൊണ്ടാ കാര്യമില്ലാത്ത? ഇപ്പോ നിങ്ങൾ ഒരു ബിസിനസ് നടത്തുകയാണ്, എന്ത് ബിസിനസ്സും ആയിക്കോട്ടെ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് നടത്തുക. അതിനെ കുറിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് എന്തെങ്കിലും ഒരു ഇതേപോലെ ഒരു ക്രിയേറ്റീവ് കോപ്പി വെച്ച് ഒരു പോസ്റ്റർ ഇട്ടു. അങ്ങനെ ചുമ്മാ ഇട്ട മാത്രം മതിയോ? നിങ്ങൾക്ക് ഇപ്പൊ സെയിൽ നടക്കണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓഫർ ഉണ്ടെന്ന് വിചാരിക്കും. ആ ഓഫറിന് വേണ്ടിയിട്ട് ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് ഒരു ഇതേപോലെ ക്രിയേറ്റീവ് കോണ്ടന്റും വെച്ചു. ജസ്റ്റ് അവര് ഓഡിയൻസ് കണ്ടുപോയാ മതിയോ? അവര് നമ്മളടുത്ത് എത്തണ്ടേ? യെസ്. വേണ്ടേ? അപ്പോ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, കോണ്ടന്റ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒന്നുമില്ല, നമുക്കിപ്പോ ജസ്റ്റ് എൻഗേജ് ചെയ്താൽ മതി, ഓഡിയൻസിനെ എൻഗേജ് ചെയ്താൽ മതി എന്നാണെന്നുണ്ടെങ്കിൽ ഇതേപോലെ സിമ്പിൾ ആയിട്ടൊരു ക്രിയേറ്റീവ് കോപ്പി വെച്ച് അതിനനുസരിച്ച് പോസ്റ്റർ ഡിസൈൻ ചെയ്തിട്ട് നമുക്ക് കോണ്ടന്റ് പബ്ലിഷ് ചെയ്താൽ മതി. അതേസമയം നമുക്കിപ്പോ പെർട്ടിക്കുലർ എന്തെങ്കിലും ഒരു ആവശ്യം വേണ്ട. ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും ഓഫേഴ്സ് ഉണ്ട്, അത് ആൾക്കാരിലേക്ക് എത്തണം. അവര് ആ ഓഫർ കണ്ടിട്ട് നമ്മളെ കോണ്ടാക്ട് ചെയ്യണം. ഇനി അതല്ല, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെയാണ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ ബാച്ച് സ്റ്റാർട്ടായി, നമുക്ക് അഡ്മിഷൻ നടക്കണം. സോ അപ്പോ നമ്മൾ ഇങ്ങനെ ഇതേപോലെ ക്രിയേറ്റീവ് കോപ്പി വെച്ചിട്ട് മാത്രം കാര്യമില്ല. ക്രിയേറ്റീവ് കോപ്പി വേണം, പ്ലസ് താഴെ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കണം. വേണ്ടേ? വേണ്ടേ? വേണം വേണം. അതെ. എന്തൊക്കെ ഡീറ്റെയിൽസ് അപ്പൊ ഒരു പോസ്റ്ററിൽ ഉണ്ടായിരിക്കണം? നമുക്കിപ്പോ അങ്ങനെ ഒരു ഒബ്ജക്റ്റീവ് വെച്ച് ചെയ്യുന്ന പോസ്റ്റർ ആണെങ്കിൽ എന്തൊക്കെ ഡീറ്റെയിൽസ് വേണം? പേര്, ഫോൺ നമ്പർ, ലൊക്കേഷൻ. ഓക്കെ, ഫോൺ നമ്പർ, ലൊക്കേഷൻ മസ്റ്റ് ആയിട്ട് വേണം. പിന്നെ എന്താ വേണ്ടേ? നമ്മൾ നമ്മുടെ കൊടുക്കുന്ന ഡീറ്റെയിൽസ് സർവീസസ് കൊടുക്കണ്ടേ? ഹൈലൈറ്റ് ചെയ്യണം. അതെ. യെസ് കറക്റ്റ്. എന്താണ് നമ്മൾ ചെയ്യുന്നത്, അവർക്ക് എന്താണ് കിട്ടുക, ഓഡിയൻസിന് എന്താണ് കിട്ടുന്നത്, അപ്പൊ ആ ഒരു ഡീറ്റെയിൽസും കൂടെ കൊടുക്കണം. ഓക്കെ. പിന്നെ വേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, അത് ഞാൻ ജനറൽ ആയിട്ട് പറയുമ്പോൾ പറയാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ പോസ്റ്റർ കോണ്ടന്റിൽ എന്തൊക്കെയാണ് വേണ്ടത് എന്നുള്ളത്. മനസ്സിലായോ? യെസ്. ഓക്കെ. ഇനി കോപ്പി റൈറ്റിംഗ് ഞാൻ പറഞ്ഞില്ലേ, കോപ്പി എന്താന്ന് പറഞ്ഞല്ലോ. ഈ കോപ്പിയിൽ തന്നെ 2 ടൈപ്പ് കോപ്പീസ് ഉണ്ട്. ഏതൊക്കെയാണെന്നറിയാവോ? എന്തെങ്കിലും ഗസ്സസ് ഉണ്ടോ? ഏതൊക്കെയായിരിക്കും? ഒന്ന് ഞാൻ പറഞ്ഞുതരാം, ക്രിയേറ്റീവ് കോപ്പി. 2 എന്തായിരിക്കും? ഒന്ന് മൊമെന്റ് ആണോ? മൊമെന്റ് മാർക്കറ്റിംഗ് വേറെ തന്നെയാണ്, അത് ഞാൻ പറഞ്ഞു തരാം. അത് ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണ്. ഓക്കെ. ഈ മൊമെന്റ് മാർക്കറ്റിംഗ് തന്നെയല്ലേ നമ്മളിപ്പോ കോണ്ടന്റ് അപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ അല്ലല്ല. അനുസരിച്ച് നമ്മൾ അല്ല. ഓക്കെ, അതാണ് മൊമെന്റ് മാർക്കറ്റിംഗ്. ഓക്കെ, ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. കോപ്പിയുടെ കാര്യം പറയുമ്പോൾ 2 ടൈപ്പ് കോപ്പീസ് ആണ് ഉള്ളത്, ക്രിയേറ്റീവ് കോപ്പി, ആഡ് കോപ്പി. ഓക്കെ, ഇപ്പൊ ഇവിടെ ഈ ഒരു എക്സാമ്പിൾ കാണിച്ചതില് ഈ കറിയിലെ കലാശക്കൊട്ട് എന്ന് പറയുന്നില്ലേ, ഇതാണ് എന്ത്, ക്രിയേറ്റീവ് കോപ്പി. ഓക്കെ, ഈ ഒരു പാർട്ട് കണ്ടോ, നമ്മൾ ക്യാപ്ഷൻ, ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു കോണ്ടന്റ് കണ്ടോ, ഇതാണ് എന്ത്, ആഡ് കോപ്പി എന്ന് പറയുന്നത്. മനസ്സിലായോ? ഹലോ. യെസ്. ഓക്കെ, 2 കോപ്പീസ് ആണുള്ളത്, ക്രിയേറ്റീവ് കോപ്പി, ആഡ് കോപ്പി. അതായത് നമ്മൾ പോസ്റ്ററിൽ കൊടുക്കാതെ നമുക്ക് സ്ലൈഡിലേക്ക് പോവാം. ഈ ഒരു എക്സാമ്പിൾ മനസ്സിലായല്ലോ, പോസ്റ്റർ കോണ്ടന്റിനെ കുറിച്ചിട്ടുള്ള മനസ്സിലായല്ലോ. ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? ഓക്കെ, ശരി. ഒന്നുകൂടെ പറയുമ്പോ 2 ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റ്സ്. അഡ്വർടൈസ്മെന്റ് അല്ല, സോറി, കോപ്പി. ഓക്കെ, ഫസ്റ്റ് വൺ ക്രിയേറ്റീവ് കോപ്പി. ക്രിയേറ്റീവ് കോപ്പി എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത ടൈപ്പ് ഓഫ് കോപ്പീസ് ഇല്ലേ, ക്രിയേറ്റീവ് ആയിട്ടുള്ള കോപ്പീസ്. ഇവിടെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇവിടെ ഈ കറിയിലെ കലാശക്കൊട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോണ്ടന്റ് ഇല്ലേ, ഷോർട്ട് കോണ്ടന്റ്, അതാണ് എന്ത്, ക്രിയേറ്റീവ് കോപ്പി. ഓക്കെ, ഈ ഒരു പാർട്ട് കണ്ടോ, ക്യാപ്ഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ എന്നൊക്കെ പറയുന്ന പാർട്ടില്ലേ, നമ്മൾ കോമൺ ആയിട്ട് അങ്ങനെയാണ് പറയാറ്.
ഈ ഒരു പാർട്ടാണ് എന്ത് ആഡ് കോപ്പി എന്ന് പറയുന്നത്. ഓക്കെ ഓക്കെ, ആഡ് കോപ്പി കുറച്ചുകൂടെ സെയിൽസ് ഓറിയന്റഡ് ആയിട്ടുള്ള കോപ്പിയാണ്. അതിൽ സെയിൽസിന്റെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാവും. ക്രിയേറ്റീവ് എന്ന് പറയുമ്പോൾ പക്ക ക്രിയേറ്റീവ് ആയിട്ട്. ഓക്കെ 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 അല്ലേ? അപ്പൊ കോപ്പീസ് എന്താന്ന് പറഞ്ഞു. വുമൻ മാർക്കറ്റിംഗ് നേരത്തെ ഒരാൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു? അത് ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളൊരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൊണ്ടുപോകും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വേൾഡ് Yes. കപ്പ് ക്രിക്കറ്റ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ആ സമയത്തുള്ള ഒരു ഇവന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മാർക്കറ്റിംഗ്. കറക്റ്റ്, അത് തന്നെയാണ്. ഇപ്പൊ കറന്റ് എന്തെങ്കിലും ഇപ്പൊ ചില സമയത്ത് നമ്മൾ എല്ലാവരും ഇൻസ്റ്റാഗ്രാംസും സോഷ്യൽ മീഡിയാസും ഒക്കെ യൂസ് ചെയ്യുന്നവരല്ലേ. ഓരോ ടൈമിലും എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫിലിം ഡയലോഗ്സ് അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഫിലിംസ് ഭയങ്കരമായിട്ട് ട്രെൻഡിങ്ങിൽ വരും അല്ലേ. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആവേശം കണ്ടിട്ടുണ്ടാവല്ലോ. ആവേശം മൂവിയിൽ ഒരു ഫേമസ് ഡയലോഗ് ഉണ്ട്. ഏതായിരുന്നു? ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഡയലോഗ്. എടാ മോനെ. അത് തന്നെ, എടാ മോനെ. അപ്പൊ ആ ഫിലിം ഇറങ്ങിയ ടൈമിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓൾമോസ്റ്റ് ഒരുവിധപ്പെട്ട എല്ലാ ബ്രാൻഡും അത് വെച്ചിട്ട് അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എടാ മോനെ എന്ന് പറഞ്ഞിട്ട് അവരവരുടെ രീതിയിലായിട്ട് ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാവും ചിലപ്പം. കാരണം ആ സമയത്ത് കംപ്ലീറ്റ് അത് തന്നെയായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ മൊത്തത്തില്. ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? യെസ് യെസ് കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ടൈപ്പ് കോണ്ടന്റ് നമ്മൾ കോണ്ടന്റ് മാർക്കറ്റിംഗിൽ യൂസ് ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇത് കോമൺ ഓഡിയൻസിന് വരെ മനസ്സിലാവുന്ന ടൈപ്പ് ഓഫ് കോണ്ടന്റ് ആണ് അല്ലേ. ഇപ്പൊ ഒന്ന് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചോ അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റിനെ കുറിച്ചോ ഒന്നും അവർക്ക് അറിയണ്ട. ജസ്റ്റ് അവർക്ക് ട്രെൻഡ് അറിഞ്ഞാൽ മതി. ആ ട്രെൻഡ് അറിഞ്ഞ് നമ്മൾ അത് കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ട് നമ്മുടേതായ രീതിയിൽ മേക്ക് ചെയ്ത് പബ്ലിഷ് ചെയ്താൽ ഈവൻ കോമൺ ഓഡിയൻസ് പോലും അത് എൻജോയ് ചെയ്യും. അവരത് അതിൽ കൂടുതൽ എൻഗേജ്മെന്റ് കിട്ടും ആ ടൈപ്പ് ഓഫ് കോണ്ടന്റിന്. അതേസമയം നമ്മൾ പക്കാ സെയിൽസ് ഓറിയന്റഡ് അല്ലെങ്കിൽ ചുമ്മാ ഒരു കോണ്ടന്റ് ചെയ്യുമ്പോൾ അതിന് ചിലപ്പോൾ അത്രയും ഇംപ്രഷൻ അല്ലെങ്കിൽ വ്യൂസ് കിട്ടണം എന്നില്ല. മനസ്സിലായോ വുമൻ മാർക്കറ്റിംഗിന്റെ പ്രത്യേകത? ഓക്കെ യെസ് കൊടു. ഓക്കെ ഓക്കെ, അപ്പോ നിങ്ങള് ഇനി മാക്സിമം മിൽമ ഇപ്പൊ അങ്ങനെ വലുതായിട്ട് കോണ്ടന്റിൽ വലിയ സംഭവമായിട്ട് ചെയ്യാറില്ല. ബട്ട് സ്റ്റിൽ അത് മിൽമ, അജ്മി, അമുല് ഇതുപോലത്തെ പേജസുകളൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് വെക്കുന്നത് നല്ലത്. കാരണം അവരുടെയൊക്കെ കുറച്ചുകൂടെ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റുകൾ വരും. മിൽമയൊക്കെ ഒരു സമയത്ത് കംപ്ലീറ്റ് വുമൻ മാർക്കറ്റിംഗ് മാത്രം ഫോക്കസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോ ഞാൻ ഇവിടെ എക്സാമ്പിൾ ഇപ്പൊ ഈ ഒരു വുമൻ മാർക്കറ്റിംഗ് കണ്ടോ? ഇത് ഏത് ഫിലിം റിലേറ്റ് ചെയ്തിട്ട് ചെയ്താന്ന് മനസ്സിലായോ? സൂപ്പർ ശരണ്യല്ല. അല്ലല്ല, സുഖർഷനല്ല. സൂക്ഷ്മദർശിനി. അതെ, സൂക്ഷ്മദർശിനി. സൂക്ഷ്മദർശിനിയുടെ ഒരു ഡിസൈൻ ആണ് ഇവിടെ അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അവരുടെ ഒരു ഫിലിം പോസ്റ്ററിന്റെ ഡിസൈൻ ഉണ്ട്, ഒരു ലെൻസ് വെച്ചിട്ടുള്ള. അതാണ് അവരിവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. പ്ലസ് ആ ഒരു ഫോണ്ട് സ്റ്റൈലും. അതേപോലെ തന്നെ വേറെ ഒന്നും കൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. 1 minute. അമൂലിന്റെ അഡ്വർടൈസ്മെന്റ്സ് ഇങ്ങനെയാണ്. ഒരു ഇവന്റിനെ ബേസ് അതെ ചെയ്തിട്ടായിരിക്കും. അതെ, അതാ ഞാൻ പറഞ്ഞത്. ഇതുപോലത്തെ പേജുകൾ ഒന്ന് നിങ്ങൾ നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ഇത് വുമൻ മാർക്കറ്റിംഗ് ആയിട്ടല്ല, ഇത് കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ളതാണ്. ഇത് തീം ബേസ്ഡ് ആയിട്ടുള്ള കോണ്ടന്റ് ആണ്. തീം ബേസ്ഡ് എന്ന് പറഞ്ഞാല് ഇത് അവര് ടൂറിസം ഡേക്ക് വേണ്ടിയിട്ട് ചെയ്ത കോണ്ടന്റ് ആണ്. ഇപ്പോ ചില സ്പെഷ്യൽ ഡേയ്സ് ഉണ്ടാവില്ലേ, മദേഴ്സ് ഡേ, വിഷു, ഓണം, അതുപോലത്തെ സ്പെഷ്യൽ ഡേയ്സ് ഇല്ലേ. അങ്ങനെ സ്പെഷ്യൽ ഡേയ്സ് ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, കോണ്ടന്റ് ചെയ്യും. അതിനെ തീം ബേസ്ഡ് ആയിട്ടുള്ള കോണ്ടന്റ് എന്ന് പറയാം. ഇതിപ്പോ അവരുടെ പ്രൊഡക്റ്റ് എന്താണ്? പാലാണ്. പാലിനെ വെച്ചിട്ട് അവർ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്ത സാധനമാണ് ഈ ഒരു കോപ്പി. മനസ്സിലായോ?
ഇത് ഞാൻ മുന്നേ വർക്ക് ചെയ്തിരുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടില് വിഷുവിന്റെ ടൈമിൽ ഞാൻ ചെയ്തൊരു വർക്കാണിത്. കെണിയിലാവാതെ ഇനി കരിയർ കണി കാണാം. മീൻസ് വിഷുവിന്റെ നമ്മള് യൂഷ്വലി എന്താ മെയിൻ ആയിട്ടുള്ള സംഭവം കണി കാണുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു കണി കാണുക എന്നുള്ള വേർഡും പ്ലസ് ഇതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആ ഒരു ടൈപ്പ് ഓഫ് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അപ്പൊ അവരുടെ സർവീസും കൂടെ കണക്ട് ചെയ്തിട്ട് ചെയ്ത ഒരു കോപ്പിയാണ് ഇത് ഞാൻ. നന്നായിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഇതിപ്പോ തീം ബേസ്ഡ് ആയിട്ടുള്ള കോണ്ടന്റ്. പിന്നെ ചില സമയത്ത് നമുക്ക് ക്യാമ്പയിൻസ് ഉണ്ടാവും. ക്യാമ്പയിൻ എന്താന്നൊക്കെ അറിയാലോ അല്ലെ? ഹലോ. യെസ്. ഓക്കെ. ഇത് ഞാൻ മുന്നേ നേരത്തെ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അവിടെ മേൺ സ്റ്റാക്ക് എന്ന് പറഞ്ഞൊരു കോഡിംഗ് കോഴ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അവിടുത്തെ ഒരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, മേൺ സ്റ്റാക്കിനെ പ്രൊമോട്ട് ചെയ്ത് കൊണ്ടുള്ള ഒരു ക്യാമ്പയിൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു കോപ്പിയാണിത്. ഏൺ ചെയ്യാൻ മേൺ തന്നെയാ ബെസ്റ്റ്. ഇവിടെ ഞാൻ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത് മെയിൻ ആയിട്ട് ടാർഗറ്റ് ഓഡിയൻസ് ആരൊക്കെയായിരുന്നു നോക്കും. ആരൊക്കെയായിരിക്കും ഒരു കോഴ്സ് ഒക്കെ പഠിക്കാൻ, IT റിലേറ്റഡ് കോഴ്സ് ഒക്കെ പഠിക്കാൻ +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ ഉണ്ടാവും. പിന്നെ കരിയർ സ്വിച്ച് ചെയ്യാൻ നോക്കുന്ന ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ടാവും. എല്ലാവർക്കും വേണ്ടത് എന്താണ്? പൈസയാണ്, ഏൺ ചെയ്യാണ് വേണ്ടത്. സോ ആ ഒരു തീം വെച്ചിട്ട് ചെയ്തതാണ് ഈ ഒരു കോപ്പി. നമ്മുടെ ഞാൻ നേരത്തെയും പറഞ്ഞു, ഒബ്ജക്റ്റീവ് എന്താണോ അതിനെ ബേസ് ചെയ്തിട്ടാണ് കോപ്പീസും കോണ്ടന്റും ഒക്കെ മേക്ക് ചെയ്യേണ്ടത്. നേരത്തെ പറഞ്ഞതുപോലെയല്ല ഇവിടെ. നേരത്തെ നമ്മൾ എന്താ ഡിസ്കസ് ചെയ്തത്? തീം ബേസ്ഡ് ആയിട്ടുള്ള കണ്ടന്റ് ആണ്. ഇതെന്താണ്? ക്യാമ്പയിൻ ഓറിയന്റഡ് ആയിട്ടുള്ള കണ്ടന്റ്. നമ്മുടെ ഒബ്ജക്റ്റീവിനനുസരിച്ചിട്ടാണ് കോണ്ടന്റ് മേക്ക് ചെയ്യേണ്ടത്. ഓക്കെ. അതേപോലെ ഇത് എന്റെ വേറെ വർക്കാണ്. അവിടെ തന്നെ ഫ്ലട്ടർ എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ടായിരുന്നു. ആ കോഴ്സിനെ പ്രൊമോട്ട് ചെയ്തിട്ട് കൊണ്ട് ചെയ്ത് അത് എന്താണ് ആ ഒരു ഫ്ലട്ടർ കോഴ്സ് പഠിച്ചിട്ട് ഫ്ലട്ടർ യൂസ് ചെയ്തിട്ടാണ് ആപ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യുക. അപ്പൊ അത് വെച്ചിട്ട് ചെയ്ത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനായിട്ട് റിലേറ്റ് ചെയ്ത് മാക്സിമം റിലേറ്റ് ചെയ്തിട്ട് വേണം കോപ്പീസ് ഒക്കെ മേക്ക് ചെയ്യാൻ. പിന്നെ ഇത് ഈ പറഞ്ഞ ഇതൊന്നുമല്ല, കുറച്ചുകൂടെ എൻഗേജിങ് ആയിട്ടുള്ള നമുക്ക് നമ്മുടെ സർവീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഫിലിം ഡയലോഗ്സ് ഒക്കെ യൂസ് ചെയ്താൽ കുറച്ചുകൂടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോമൺ ഓഡിയൻസിന് കണക്ട് ചെയ്യാൻ പറ്റും. അവരത് കുറച്ചുകൂടെ വ്യൂസും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ. ഇത് ഏത് ഫിലിമായിട്ട് ചെയ്ത് റിലേറ്റ് ചെയ്താന്ന് മനസ്സിലായോ? ഹലോ, കാണുന്നുണ്ടല്ലോ അല്ലെ? യെസ്, കാണുന്നുണ്ട്. ഓക്കെ. ഈ ഒരു കോപ്പി ഞാനൊരു മൂവിയായിട്ട് റിലേറ്റ് ചെയ്ത് ചെയ്തതാണ്. ഇതൊരു ഇൻഡസ് എന്ന് പറഞ്ഞിട്ടൊരു എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി ആണ്. ഇവര് എന്റെ ഒരു ക്ലയന്റ് ആയിരുന്നു. അവര് ചെയ്യുന്നത് എന്താ വെച്ചാൽ അബ്രോഡ് MBBS കാര്യങ്ങളൊക്കെ അഡ്മിഷനൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ടീമായിരുന്നു. അപ്പോ അവര് ഒരു സർവീസും ഞാൻ ഒരു മൂവിയിലെ ഒരു മൂവി ഡയലോഗ് അല്ല, ഒരു സോങ് അല്ലേ ഇത്? മൂവിയായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചെയ്തതാണ്. സോങ് ആണ്. മനസ്സിലായോ ഏതാന്ന്? വേടന്റെ ഒരു സോങ് അല്ലേ ഇത്? ലൈൻ അല്ലേ? മഞ്ഞുമൽ ബോയ്സ്. യെസ്, മഞ്ഞുമൽ ബോയ്സിൽ ഒരു സോങ് ഉണ്ട്, വിയർപ്പത്തുണ്ണിയുടെ കുപ്പായ എന്ന് പറഞ്ഞിട്ട്. അപ്പോ ആക്ച്വലി ഞാനിത് പ്ലാൻ ചെയ്തിട്ട് ചെയ്തതല്ല. ഞാൻ വെറുതെ ഇരുന്ന് സ്പോട്ടിഫൈയിൽ പാട്ട് കേൾക്കും. ഈ പാട്ട് കേട്ടിട്ട് അങ്ങനെ ആ ഒരു ലിറിക്സ് ശ്രദ്ധിച്ചപ്പോ ഓക്കെ, ഇത് എന്തുകൊണ്ട് ഈ MBBS എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നമ്മൾ എന്താ കഷ്ടപ്പെട്ട് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടാൽ കിട്ടുന്ന ഒരു ജോലിയാണ് MBBS കഴിയാന്നൊക്കെ പറയുന്നത്. അപ്പോ അതുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്തുവിടാന്ന് വെച്ച് ചെയ്തൊരു വർക്കാണിത്. ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? കോപ്പീസ് മേക്ക് ചെയ്യാം. ഓക്കെ. ഇനി ഇത് മിൽമയുടെ ഒരു വർക്കാണ്. ഇത് ഒരു വുമൻ മാർക്കറ്റിംഗ് ആണ്. എന്തുമായിട്ട് റിലേറ്റ് ചെയ്താന്ന് മനസ്സിലായോ? ടൈം റിലേറ്റ് ആയിട്ട്. ടൈം അല്ല, വുമൻ മാർക്കറ്റിംഗ് ആണ്. ആർക്കും മനസ്സിലായില്ല?
ആ ടൈമിന് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. കുറച്ചായി, ഇപ്പോഴത്തേതല്ല, ഒരു 2-3 മാസമായി തോന്നുന്നു. 2-3 മാസത്തിന് മേലുള്ള ഒരു സംഭവമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഒരു മോക്ക് ഡ്രില്ല് നടത്തിയ ഓർമ്മ ഉണ്ടായിരുന്നു 4 മണിക്ക് ഒരു ദിവസം വൈകിട്ട്? ഓർമ്മയുണ്ടോ? വാറിന്റെ ടൈമിലാണോ? അതെ അതെ അതെ, ഓക്കെ. ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. 4 മണിക്ക് മോക്ക് ഡ്രില്ല്, എല്ലാവരും വീട്ടിനുള്ളിൽ തന്നെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര നമ്മളിങ്ങനെ ബോധവൽക്കരിക്കുന്ന ടൈപ്പ് ഒരു സംഭവം ഇല്ലായിരുന്നോ? അലാമൊക്കെ സൈറനൊക്കെ മുഴങ്ങിയിട്ട് ആ ഒരു ഇൻസിഡന്റുമായിട്ട് കണക്ട് ചെയ്തിട്ട് അവർ ചെയ്തൊരു കോപ്പിയാണ് ഇത്. അതാണ് ഞാൻ ടൈം നോക്കാൻ പറഞ്ഞത്. 4 മണിയായി വെച്ചിട്ട് നിങ്ങൾ റെഡി ആണോ എന്ന് പറഞ്ഞിട്ട്. കാണുമ്പോ സിമ്പിള് ഒന്നുമില്ല, പക്ഷെ നമുക്ക് അർത്ഥം വെച്ച് നോക്കുമ്പോ ഓക്കെ ഇങ്ങനെയും ചിന്തിക്കാം എന്ന് തോന്നും ചില കോണ്ടന്റ് കാണും. ഓക്കെ, അപ്പൊ പോസ്റ്റർ കോണ്ടന്റിന്റെ ഏകദേശം മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട്, അതായത് നമ്മളിപ്പോ ഈ ഓരോ അഡ്വർടൈസ്മെന്റ്സ് നമ്മൾ ക്യാച്ച് ചെയ്യണമെന്ന് പറയുന്നു, വേറെ ആൾക്ക് അത് ക്യാച്ച് ചെയ്യണമെന്നില്ല, അല്ലെങ്കിൽ നമ്മൾ പൊതുവിൽ ക്യാച്ച് ചെയ്യണമെന്ന് പക്ഷേ നമുക്ക് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് ഞാൻ ഉദ്ദേശിച്ചതേ ഉള്ളൂ. അപ്പോൾ ഒരാൾ ഇപ്പൊ ഞാൻ ഒരെണ്ണം ഡിസൈൻ ചെയ്യാണ്, എനിക്കത് ക്യാച്ച് ആയിട്ട് തോന്നുന്നു, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ക്യാച്ച് ആയിട്ട് തോന്നുമായിരിക്കാം. പക്ഷെ അത് ടാർഗറ്റഡ് ഓഡിയൻസിന് ഇത് മൊത്തം ക്യാച്ച് ചെയ്യണമെന്നുണ്ടോ? ഇതിന് എന്തെങ്കിലും ഒരു റൂൾസ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടോ? അപ്പം ഇതെല്ലാം ആ ഒരു പേഴ്സണിന്റെ തോട്ട്സിൽ നിന്നല്ല ഇതെല്ലാം വരുന്നത്. ഇപ്പൊ അതെ, ഒരു അതാണ് ഞാൻ മിനിമം പറഞ്ഞത്. കമ്പോണൻസ് ഇതിനകത്ത്, ഒരു അഡ്വർടൈസ്മെന്റ് ഒരു എൻഗേജ്ഡ് ആയിരിക്കണമെങ്കിൽ അതിനകത്ത് മിനിമം കമ്പോണൻസ് ഇൻക്ലൂഡഡ് ആയിരിക്കണം എന്നൊരു റൂളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഫോളോ ചെയ്യുന്ന ഒരു തമ്പുൾ? ഓക്കെ ഓക്കെ, നമ്മള് ഇപ്പൊ കോപ്പിയുടെ കേസ് അല്ല, എന്ത് ടൈപ്പ് വീഡിയോ കോണ്ടന്റ് ആണെങ്കിലും സ്ക്രിപ്റ്റ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ അവരുടെ ഓഡിയൻസിന്റെ സൈഡിൽ നിന്നിട്ട് ഫസ്റ്റ് നമ്മൾ ആലോചിക്കണം അവർ എന്ത് രീതിയിലാണ് ചിന്തിക്കുക, അവർക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് ആലോചിച്ചിട്ട് വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ. ഇനി കോപ്പിയുടെ കേസിൽ ക്യാച്ചി ആയിരിക്കണം എന്ന് പ്രത്യേകം പറയാൻ കാരണം, പോസ്റ്റർ കോണ്ടന്റ് നമ്മളിപ്പോ ഒരു വലിയ കോണ്ടന്റ് കോപ്പി ഉണ്ടാക്കി കൊടുത്തെന്ന് വിചാരിക്കും. അപ്പൊ ഒരു പോസ്റ്ററിൽ ഓൾമോസ്റ്റ് ഒരുപാട് ഡിസൈൻ എലമെന്റ്സും കൂടെ വരും അല്ലെ? ഇപ്പൊ വലിയൊരു കോപ്പിയും ഒരുപാട് ഡിസൈൻ എലമെന്റ്സ് ഉള്ള ഒരു പോസ്റ്റർ കാണുമ്പോൾ അതിന് റീഡബിലിറ്റി കുറയും. മനസ്സിലായോ? അതുകൊണ്ടാണ് മാക്സിമം ക്യാച്ച് ആക്കുന്ന രീതിയിൽ കോപ്പീസ് ചെയ്യണം എന്ന് പറയുന്നത് പോസ്റ്റർ കോണ്ടന്റ്. ഇപ്പൊ ഇവിടെ ഞാനിപ്പോ ഭയങ്കര ലെങ്തി ആയിട്ടുള്ള ഒരു കോപ്പിയും ഇവിടെ ഡിസൈനിങ് ഭയങ്കര സിമ്പിൾ ആണ്, ഈ 2 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. പക്ഷെ എല്ലായ്പ്പോഴും അങ്ങനെ ആവണമെന്നില്ല. ചിലപ്പോ കുറെ ഡിസൈൻ എലമെന്റ്സും ഒരുപാട് ലെങ്ത് ഉള്ള കോപ്പിയും കൂടി ആകുമ്പോൾ കാണുന്ന ആൾക്കാർക്ക് അത് വായിക്കാൻ തോന്നൂല, ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽ വരും. അപ്പൊ മാക്സിമം കോപ്പി ചെയ്യുമ്പോൾ ഒരു 4-5 വേർഡ്സ് ആ ഒരു രീതിയിൽ, അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 6 വേർഡ്സ് ആ ഒരു രീതിയിൽ നമുക്ക് കണ്ടാൽ മനസ്സിലാവൂലേ, ആ ഒരു രീതിയിൽ മേക്ക് ചെയ്യാൻ വേണ്ടിട്ട് നോക്കുക. അതാണ്, അല്ലാതെ ഇങ്ങനെ കറക്റ്റ് ഇത്ര ലെങ്ത് അങ്ങനെയൊന്നുമില്ല. ഓക്കെ, മനസ്സിലായോ? ഓക്കെ അല്ലേ? ഈ അഡ്വർടൈസ്മെന്റ്സ് പല രീതിയിലുള്ള, ഇപ്പൊ വിഷ്വൽ ഉണ്ട്, അല്ലെങ്കിൽ ഇപ്പം പ്രിന്റഡ് അഡ്വർടൈസ്മെന്റ്സ്, ഇതെല്ലാം ഉണ്ട്. ഇതിന് മോണിറ്റർ ചെയ്യുന്ന ഏതെങ്കിലും ഏജൻസീസ് ഉണ്ടോ? ഇതെന്തെങ്കിലും ഒരു റൂൾസ് എങ്ങനെ വയലേറ്റ്, monitor? ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇതിന് എന്തെങ്കിലും പ്രൊവോക്കേറ്റീവ് ആയിട്ടുള്ള എന്തെങ്കിലും സെന്റൻസ് ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളത് ഇതെങ്ങനെ മോണിറ്റർ ചെയ്യപ്പെടും? നമുക്ക് ഇഷ്ടമുള്ള ഒരു പോസ്റ്ററിനകത്ത് എന്ത് കണ്ടന്റും ടൈപ്പ് ചെയ്ത് അയക്കാവുന്ന, ജനറേറ്റ് എന്തും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഇപ്പോ നമ്മുടെ ജനറൽ ആയിട്ടുള്ള റൂൾസ് ഇല്ലേ, വേറൊരാളുടെ സാധനം കോപ്പി ചെയ്തിട്ട് ചെയ്യാൻ പാടില്ല, പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള കോപ്പിറൈറ്റ്, രീതിയിലെ കോണ്ടന്റ് യൂസ് ചെയ്യുന്നില്ല, അത് കോപ്പിറൈറ്റ്, സെൻസിറ്റീവ് ആയിട്ടുള്ള അത് കറക്റ്റ് ആണോ? അല്ല, കോപ്പിറൈറ്റിന്റെ സംഭവങ്ങൾ. അതെ. പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള കോണ്ടന്റ്സ് ഉണ്ടാവില്ലേ, ഏതെങ്കിലും പാർട്ടി അല്ലെങ്കിൽ എന്തെങ്കിലും പെർട്ടിക്കുലർ ആൾക്കാരെ പറഞ്ഞിട്ട് ആ രീതിയിലുള്ളതൊന്നും ചെയ്യാൻ പാടില്ല. ജനറൽ ആയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളില്ല, അത്ര തന്നെയാണ്. ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ, ഇപ്പൊ ഒരു ഫിലിം റിലീസ് ചെയ്യുന്നതിന് മുമ്പ് അതിനൊരു സെൻസറിങ് ബോർഡ് ഉണ്ടാവും, കറക്റ്റ് അല്ലേ? ഇല്ല, ആ രീതിയിലുള്ള അതൊന്നുമില്ല. അപ്പൊ അത് ക്രിയേറ്റ് ചെയ്യുന്നവർക്ക് അറിയാം എന്തൊക്കെ ക്രിയേറ്റ് ചെയ്യേണ്ട എന്നുള്ള റൂൾസ് അവർക്ക് അറിയാം. പക്ഷെ അതിന് ഒരു മോണിറ്ററിംഗ് ബോഡി ഉണ്ട്. അപ്പോൾ ഇതുപോലെ ഈ അഡ്വർടൈസ്മെന്റ്സ് ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എല്ലാ കണ്ടന്റും
ജനറൽ റൂൾസ് എല്ലാം ഫോളോ ചെയ്യുന്നുണ്ടാവാം, പക്ഷേ അത് മോണിറ്റർ ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ അത് പറയുന്ന കാര്യങ്ങളിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ എന്നുള്ളത് പോലും അറിയില്ല. പല കേസിലും അവർ ക്ലെയിം ചെയ്യുന്നത് ഒരുപാട് കാര്യങ്ങളാണ്, സത്യത്തിന് യാതൊരു അടുത്തുറ പോലും പോകാത്ത കാര്യങ്ങളായിരിക്കും പറയുന്നത്. അപ്പോൾ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുന്ന അഡ്വർടൈസ്മെന്റ്സ് ഉണ്ടാക്കിയതിന് ശേഷം ബിസിനസ് ചെയ്യുന്നത് എത്തിക്കലാണോ? എത്തിക്കലാണോന്ന് വെച്ചാൽ എത്തിക്കൽ അല്ല, കോഴ്സ് എത്തിക്കൽ അല്ല. പക്ഷേ ഞാൻ നമ്മളിപ്പോ പറയാൻ കാര്യം, ഇടയ്ക്ക് പണ്ടൊരു കേസ് ഉണ്ടായിരുന്നു, ഒരു മമ്മൂട്ടിയുടെ ഒരു സോപ്പിന്റെ ഒരു അഡ്വർടൈസ്മെന്റ് ഉണ്ടായിരുന്നു, മനസ്സിലായി ഇന്ദുലേഖ സോപ്പ് ഇന്ദിലേഖ സോപ്പ്. അത് കഴിച്ചിട്ട് യൂസ് പുള്ളി ചെയ്തിട്ട് വെളുത്തെന്ന് പറഞ്ഞ് ഉപയോഗിച്ച ആള് വെളുത്തിട്ടില്ല എന്ന് അയാൾ കേസ് കൊടുത്തു. അത് മുന്നോട്ട് പോയി, കേസ് അവർ തോറ്റെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അപ്പോൾ അതെ അതൊരു അതെ അതെ മോണിറ്ററിംഗ് ബോഡി ഇല്ലാത്തതിന്റെ കുഴപ്പമല്ലേ? അതെ, എന്തും അതാണ് ഞാൻ അത് പറഞ്ഞത്, അങ്ങനെ ഒരു മമ്മൂട്ടി ബോർഡായിട്ടൊന്നുമില്ല. വെച്ചിട്ട് ഒരു അഡ്വർടൈസ്മെന്റ് ചെയ്യുമ്പോൾ ഓഫ് കോഴ്സ് അത് ക്യാച്ചിയാണ്, എല്ലാവരും എൻഗേജ് ആവും, എല്ലാവരും നോക്കിയിരിക്കും. പക്ഷെ അത് സത്യത്തിനാക്കാത്ത ഒരു കാര്യമല്ല പറയുന്നേ. അതെ, പക്ഷെ എപ്പോഴും നമുക്ക് സത്യം തന്നെ പറഞ്ഞിട്ട് മാർക്കറ്റിംഗ് ചെയ്യാൻ പറ്റുന്നില്ല. ചില സമയത്ത് ഇപ്പോ നമ്മള് ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത അൾട്രാടെക് സിമെന്റിന്റെ കോപ്പി എന്താ നമ്പർ 1 സിമെന്റ്, അവർ നമ്പർ 1 ആണെന്ന് നിർബന്ധമുണ്ടോ? അല്ല, അത് അവര് ക്ലെയിം ചെയ്യുന്നില്ല നമ്പർ 1. അവർ എന്ത് സെൻസിൽ വേണമെങ്കിലും എടുക്കാം. മേ ബി ദേ വിൽ ടെൽ ഇറ്റ്സ് അവർ പോയിന്റ് ഓഫ് വ്യൂ ദാറ്റ് വി ആർ നമ്പർ 1, അങ്ങനെ വേണമെങ്കിലും പറയാം അവർക്ക്. ആ പക്ഷേ തീർത്തും വാസ്തവവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് പ്രോഡക്ട്സ് വിൽക്കുന്ന ഒരുപാട് പ്രോഡക്ട്സുകളുണ്ട്, മാർക്കറ്റിലുണ്ട്. ഉണ്ട്, ശരിയാണ്. ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഇതെല്ലാം ഇപ്പോൾ കൺസ്യൂമറിന് നമ്മൾ എപ്പോഴും നമ്മുടെ പ്രോഡക്റ്റ്, ആസ് യു സെഡ്, നമുക്ക് പ്രോഡക്റ്റ് വിറ്റുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല, അപ്പുറം ഇരിക്കുന്നത് ഒരു കൺസ്യൂമറാണ്. അയാൾക്ക് അതെ, ഒരു റൈറ്റ്സും ഇല്ലെന്നാണ് പറയുന്നത്. നമുക്ക് എന്ത് കണ്ടന്റ് വേണമെങ്കിലും അടിച്ചു വിടാന്നുള്ളതാണ്. റൈറ്റ് ഉണ്ട്. ഇപ്പൊ ഒരു പ്രൊഡക്റ്റ് ഞാൻ പറയട്ടെ, ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അവരിപ്പോ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ പറഞ്ഞത് തന്നെ ഒരു എക്സാമ്പിൾ ആണ്. ആ സോപ്പ് യൂസ് ചെയ്തിട്ട് ആൾക്ക് മാറ്റമൊന്നും ഉണ്ടായില്ല, നേരെ കോർട്ട് പോയി. ആ രീതിയിൽ നമുക്ക് ലീഗലി മൂവ് ചെയ്യണമെങ്കിൽ മൂവ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഓക്കെ, പൊതുവെ റൂളൊന്നും ഇല്ല, പ്രത്യേകിച്ചില്ല. നമുക്ക് ഇല്ല ഇല്ല ഇല്ല. എന്ത് വേണം ചെയ്യാം എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായത്. അത് മാത്രല്ല, ഒരുപാട് ബ്രാൻഡ്സിന്റെ അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. ഉണ്ട്. അതെ. അപ്പോ നമ്മള് ജനറൽ ആയിട്ടുള്ള കോണ്ടന്റിന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പോസ്റ്റർ കോണ്ടന്റിന്റെ ആണ് പറഞ്ഞിട്ടുള്ളത്. വീഡിയോ കോണ്ടന്റ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാം. ഓക്കെ, ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഒരു ഫ്രെയിം വർക്ക് ആണ്. ഐഡ എന്നാണ് ഷോർട്ട് ആയിട്ട് ആ ഫ്രെയിം വർക്കിനെ വിളിക്കാം. ഓക്കെ, ഈ ഒരു ഫ്രെയിം വർക്ക് മസ്റ്റ് ആയിട്ട് നമ്മുടെ കോണ്ടന്റിൽ ഉണ്ടായിരിക്കണം. ഉണ്ടായാൽ മാത്രമേ നല്ല രീതിയിൽ നമുക്ക് എൻഗേജ്മെന്റും ലീഡ്സും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പൊ ഇതെന്താന്ന് വെച്ചാല്, ഐഡ എന്നുള്ള ഫ്രെയിം വർക്കില് എ സ്റ്റാൻഡ്സ് ഫോർ അറ്റൻഷൻ. ഓക്കെ, സ്ക്രീൻ കാണുന്നുണ്ടല്ലോ അല്ലെ? യെസ്. ഓക്കെ, ഐഡ ഫ്രെയിം വർക്കില് എ സ്റ്റാൻഡ്സ് ഫോർ അറ്റൻഷൻ. അറ്റൻഷൻ മീൻസ് എന്താ? നമ്മളിപ്പോ ഒരു കോണ്ടന്റ് കണ്ടു, ഒരു പോസ്റ്റർ കണ്ടു. ആ പോസ്റ്റർ നമ്മൾ 24 മണിക്കൂർ ഈ ഫോൺ സ്ക്രോൾ ചെയ്യുന്ന ആൾക്കാരായിരിക്കല്ലോ. ആ സ്ക്രോൾ ചെയ്യുന്ന ആള് ഒന്ന് അവിടെ നിർത്തി നോക്കണം, ആ സ്ക്രോളിംഗ് ഒന്ന് നിർത്തി നോക്കണം. ആ രീതിയിൽ അവരുടെ അറ്റൻഷൻ കിട്ടുന്ന രീതിയിൽ മസ്റ്റ് ആയിട്ട് ഒരു എലമെന്റ് അതിൽ ഉണ്ടായിരിക്കണം. അത് ഈവൻ വീഡിയോ കോണ്ടന്റ് ആയിക്കോട്ടെ, പോസ്റ്റർ കോണ്ടന്റ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ. ഇന്ന് ടൈപ്പ് ഓഫ് ഫോർമാറ്റ് കോണ്ടന്റ് എന്ന് മാത്രമല്ല, എല്ലാ കോണ്ടന്റിലും ഈ ഒരു ഫ്രെയിം വർക്ക് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് വൺ എന്താണ്? അറ്റൻഷൻ. ഫോർ എക്സാമ്പിൾ, ഒരു വീഡിയോ കാണുകയാണ്. വീഡിയോന്റെ ഫസ്റ്റ് ഒരു ഇൻട്രോ ഇല്ലേ? ആ ഇൻട്രോ കേട്ടിട്ടില്ലേ നിങ്ങൾ ആ വീഡിയോ കാണണോ കാണണ്ടോ എന്ന് തീരുമാനിക്കത്തുള്ളൂ. ആ ഇൻട്രോ നിങ്ങൾക്ക് അത് ഇഷ്ടാവണം. ഓക്കെ, ഇതെന്താന്നുള്ളത് കാണാം എന്ന് തോന്നണം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? സ്കിപ്പ് ചെയ്തില്ലേ? ഇല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ, അപ്പോ അതിനാണ് പറഞ്ഞത് ഫസ്റ്റ് എന്ത് ചെയ്യണം? ഓഡിയൻസിന്റെ അറ്റൻഷൻ കിട്ടണം. ഓക്കെ, അപ്പൊ നമ്മൾ വീഡിയോസിനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വീഡിയോയുടെ ഫസ്റ്റ് 3 സെക്കൻഡിൽ തന്നെ അവരുടെ അറ്റൻഷൻ നമുക്ക് കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഹുക്ക് യൂസ് ചെയ്യണം എന്ന് പറയാം. എന്താ ഹുക്ക് എന്ന് കേട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലും അറിയോ ഹുക്ക് എന്താന്ന്? അറിയോ? ഹുക്ക് എന്ന് കേട്ടിട്ടില്ല ആരും?
കസ്റ്റമർ അറ്റൻഷൻ ക്യാച്ച് ചെയ്യുക, ഉം. ട്രിക്ക് ചെയ്യുക. അതെ, ഹുക്ക് എന്ന് പറയുന്നത് ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം തന്നെ. ഫസ്റ്റ് 3 സെക്കൻഡ്സിനുള്ളിൽ എന്താണോ ഓഡിയൻസിന് വേണ്ടത് അത് അവരിലേക്ക് എത്തിക്കണം, അവരുടെ അറ്റൻഷൻ നമുക്ക് കിട്ടണം. ആ രീതിയിൽ നമ്മുടെ കോണ്ടന്റിൽ സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു ഹുക്ക് വെച്ചിട്ടാണ് വീഡിയോ കോണ്ടന്റ്. ഈവൺ കരോസൽ കോണ്ടന്റ്, കരോസൽ എന്താണെന്ന് അറിയാലോ അല്ലെ എല്ലാവർക്കും? നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സ്വൈപ്പ് ചെയ്ത് കാണുന്ന ടൈപ്പ് ഓഫ് കോണ്ടന്റ് ഇല്ലേ? സ്ലൈഡ് 1, സ്ലൈഡ് 2, സ്ലൈഡ് 3 ആയിട്ട്. അതില് നിങ്ങൾ എങ്ങനെയാ കരോസൽ കാണാറ്? ഇപ്പൊ ചില കരോസൽസ് കാണാം സ്റ്റോറീസ് ഒക്കെ ആയിട്ട് അല്ലെ? അപ്പൊ അതില് ഫസ്റ്റ് സ്ലൈഡ് വായിച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെ ഇതിന്റെ നെക്സ്റ്റ് എന്താന്ന് അറിയണം, ഒരു ക്യൂരിയോസിറ്റി വരും അല്ലെ? അപ്പോഴല്ലേ നിങ്ങൾ നെക്സ്റ്റ് സ്ലൈഡ് എന്താണെന്ന് കംപ്ലീറ്റ് ആ ഒരു കരോസൽ ഇരുന്ന് വായിക്കത്തുള്ളൂ യെസ്. യെസ്. അല്ലെ? ഓക്കെ, അപ്പോ ഏത് ടൈപ്പ് കോണ്ടന്റ് എന്നില്ല, എല്ലാത്തിലും ഫസ്റ്റ് എന്ത് വേണം? ഓഡിയൻസിന്റെ അറ്റൻഷൻ കിട്ടണം. ഓക്കെ, അതാണ് ഐഡ ഫ്രെയിംവർക്കിലെ എ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്താണ്? ഇൻട്രസ്റ്റ്. ജസ്റ്റ് ഓഡിയൻസിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു അറ്റൻഷൻ കിട്ടിയാൽ മാത്രം പോരാ, എന്താണ് അവരുടെ ഇൻട്രസ്റ്റും കൂടെ, അവർ കംപ്ലീറ്റ് ആ കോണ്ടന്റ് ഇരുന്ന് കാണണം. അതിന് അവർക്ക് എന്താണ് ഒരു ഇൻട്രസ്റ്റ് തോന്നണം, എന്തെങ്കിലും ഒരു സംതിങ് ഇൻട്രസ്റ്റിംഗ് എലമെന്റ് അതിൽ ഉണ്ടായിരിക്കണം അല്ലെ? ഇപ്പൊ സ്റ്റാർട്ടിങ് കണ്ടു ഓക്കെ ഇത് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്യും? സ്റ്റാർട്ടിങ് മാത്രം കണ്ടിട്ട് കംപ്ലീറ്റ് കാണുന്നില്ല, അവർക്ക് ഒരു ഇൻട്രസ്റ്റ് തോന്നണം. ആ രീതിയിൽ എന്തെങ്കിലും ഒരു എലമെന്റ് നമ്മുടെ കോണ്ടന്റിൽ ഉണ്ടായിരിക്കണം. ഞാനിപ്പോ പറഞ്ഞ പോലെ ഒരു കരോസലൊക്കെ കാണുമ്പോൾ ഒരു കഥയൊക്കെ വായിച്ചിട്ട് നെക്സ്റ്റ് എന്താന്നുള്ള ഒരു ക്യൂരിയോസിറ്റി മേക്കിംഗ് ഇല്ലേ, ആ ഒരു ക്യൂരിയോസിറ്റി ആൾക്കാരിലേക്ക് ഉണ്ടാക്കണം. ഓക്കെ, മൂന്നാമത്തേത് എന്താണ്? ഡിസയർ. എന്തായിരിക്കും ഡിസയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓഡിയൻസിന്റെ അറ്റൻഷൻ കിട്ടി, ഇൻട്രസ്റ്റും വാങ്ങി. നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് പാർട്ട് എന്തായിരിക്കും ഡിസയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അറിയോ? ഗസ് ചെയ്ത് നോക്കൂ. അവരുടെ ലീഡ് കൺവേർഷന് തൊട്ട് മുമ്പ് അവരെ എൻഗേജ്ഡ് ആക്കുക, മാക്സിമം അതിനകത്ത് ഒരു ഇൻട്രസ്റ്റ് കാണിച്ച ഒരാളെ അതിന്റെ ഫീച്ചേഴ്സ് പറഞ്ഞ് അത് കൺവിൻസ് ചെയ്യിക്കുക. യെസ്, കൺവിൻസ്, ടൈപ്പ് ഓഫ് കൺവിൻസിങ് തന്നെ പറയാം. അവര് ഇപ്പൊ നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടുള്ള ഒരു കോണ്ടന്റ് അവർ കണ്ടു, അറ്റൻഷൻ കിട്ടി, അവർ ഇൻട്രസ്റ്റഡ് ആയി. ദെൻ ഒരു ഡിസിഷൻ എടുക്കണ്ടേ അവര്? നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ഡിസിഷൻ അവരെടുക്കണ്ടേ അല്ലെ? അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റ് അവരെ ഏത് രീതിയിലാണ് ഹെൽപ്പ് ചെയ്യുന്നത്, അവരുടെ ഏത് പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആണ് നമ്മുടെ പ്രൊഡക്റ്റ്. അല്ലെങ്കിൽ ഇപ്പോ എല്ലാ പ്രൊഡക്റ്റിനും എല്ലാ സർവീസസിനും ഓരോ കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. ആ കോമ്പറ്റീറ്റേഴ്സിൽ നിന്നും നമുക്ക് ഡിഫറെന്റ് ആയിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഓഡിയൻസിനോട് നമുക്ക് എന്തെങ്കിലും സംതിങ് ഡിഫറെന്റ് ആയിട്ട് ചെയ്യാനുണ്ടോ? അതെന്ത് ചെയ്യണം? ഈ ഡിസയർ പാർട്ടിൽ പറയണം. അല്ലാതെ ചുമ്മാ ഒരു വീഡിയോ കണ്ട് അവർ അറ്റൻഷൻ കിട്ടി, ഇൻട്രസ്റ്റഡ് ആയി, അവർക്ക് അതുകൊണ്ടൊരു യൂസ്ഫുൾ ആയിരിക്കട്ടെ നമ്മുടെ പ്രൊഡക്റ്റ് വെച്ചിട്ട്, എന്നാൽ മാത്രമല്ല അവർ ആ പ്രൊഡക്റ്റ് വാങ്ങിക്കാം എന്നൊരു ഡിസിഷൻ എടുക്കുള്ളൂ. ആ രീതിയിൽ ഓഡിയൻസിനെ കൊണ്ട് ഒരു ഡിസിഷൻ എടുക്കുന്ന രീതിയിലുള്ള ഒരു എലമെന്റ് അതിലുണ്ടായിരിക്കണം. And that's desire part. ഓക്കെ, ഈ 3 സ്റ്റേജസ് മനസ്സിലായോ? യെസ്. ഓക്കെ, അപ്പൊ എന്താണ്? ഓഡിയൻസ് കണ്ടു, ഇൻട്രസ്റ്റ് ആയി, അവർക്ക് ഒരു ഡിസിഷൻ എടുത്തു. നെക്സ്റ്റ് എന്താ? എന്തെങ്കിലും ഒരു ആക്ഷൻ ചെയ്യണ്ടേ? അവര് നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യണ്ടേ? എന്നാലല്ലേ നമ്മുടെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണ് എന്ത്? ലാസ്റ്റ് പാർട്ട്, ആക്ഷൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇപ്പൊ എന്ത് വീഡിയോസ് ആണെങ്കിലും പോസ്റ്റേഴ്സ് ആണെങ്കിലും ലാസ്റ്റ് എന്താണ്? രജിസ്റ്റർ നൗ അല്ലെങ്കിൽ കോൾ നൗ എന്ന് പറഞ്ഞിട്ട് കോണ്ടാക്ട് നമ്പർ ഒക്കെ വെച്ചിട്ട് കണ്ടിട്ടുണ്ടാവില്ലേ? അതെന്താണ്? കാണുന്ന ഓഡിയൻസിനെ കൊണ്ടൊരു ആക്ഷൻ ചെയ്യിപ്പിക്കല്ലേ? അല്ലെങ്കിൽ DMS നൗ എന്ന് പറഞ്ഞിട്ട് ആവശ്യക്കാരാണെങ്കിൽ അവരെന്ത് ചെയ്യും? കോണ്ടാക്ട് ചെയ്യും. യെസ്. ഓക്കെ, അപ്പൊ ഈ 4 കാര്യങ്ങളും മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. ഇത് മറക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഐഡ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? അറ്റൻഷൻ, ഇൻട്രസ്റ്റ്, ഡിസയർ ആൻഡ് ആക്ഷൻ. ഈ ആക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ CTA എന്ന് കേട്ടിട്ടുണ്ടോ? ആരെങ്കിലും കേട്ടിട്ടുണ്ടോ CTA എന്ന്?
കോൾ ടു ആക്ഷൻ. അതെ, കോൾ ടു ആക്ഷൻ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോസ്റ്ററിൽ ഒരു എലമെന്റ് കൂടെ വേണം. അതാണെന്ത്? കോൾ ടു ആക്ഷൻ. ഈ കോൾ ടു ആക്ഷൻ ഇതാണ് ലാസ്റ്റ് പാർട്ട്, മീൻസ് ഈ ആക്ഷൻ പാർട്ട്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം? മാക്സിമം അർജൻസി കീപ്പ് ചെയ്യാൻ നോക്കുക. ലിമിറ്റഡ് സീറ്റ്സ് ഓൺലി. അതിൽ ആ ഒരു സെന്റൻസിൽ എന്താ ഉള്ളത്? ആ കാണുമ്പോ ഓഡിയൻസിന് എന്താ, ഓക്കെ ഇപ്പൊ തീരും എന്നുള്ള ഒരു ഫിയർ ഇല്ലേ? ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട് എന്ന് പറയും. ഫോമോ. ഇറ്റ്സ് ടൈപ്പ് ഓഫ് സ്ട്രാറ്റജി. ഓക്കെ, അപ്പൊ ഈ കാണുന്ന ഓഡിയൻസിനുള്ളൊരു ഫിയർ ഉണ്ടാക്കുകയാണ്. നമ്മുടെ പ്രൊഡക്റ്റ് ഇപ്പൊ കഴിയും, അല്ലെങ്കിൽ ഇപ്പൊ തീരും, കുറച്ച് പ്രൊഡക്റ്റ് മാത്രമേ ബാക്കിയുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് സീറ്റ് മാത്രമേ ബാക്കിയുള്ളൂ എന്നൊക്കെ പറയുന്ന കേൾക്കുമ്പോ ഓഡിയൻസ് എന്താവും? അവർ പെട്ടെന്ന് വന്നിട്ട് കോണ്ടാക്ട് ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കും. ലിമിറ്റഡ് സ്റ്റോക്ക് ഓൺലി എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ ടൈപ്പ് ഓഫ് വേർഡ്സ്. യെസ്. ഹലോ, അതെ. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു അർജൻസി കീപ്പ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. എന്നാൽ മാത്രമേ അവർ കുറച്ചുകൂടെ അവർക്ക് അതൊരു മിസ്സായി പോകുന്നുള്ള ഒരു ഫിയർ ഉണ്ടാവത്തുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ ഓക്കെ അവർ പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം എന്നുള്ള വെച്ചിട്ട് അവിടെ അങ്ങനെ വെച്ച് നിന്ന് പോകും. അതേസമയം നമ്മൾ ഈ രീതിയിലൊരു കോൾ ടു ആക്ഷൻ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ലീഡ്സ് കിട്ടും. ഓക്കെ, പറഞ്ഞത് മനസ്സിലായോ? ഓക്കെ. ഓക്കെ, ഇത് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. അറ്റൻഷനെ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോ. ഇവിടെ നമ്മൾ പോസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ അറ്റൻഷൻ കിട്ടാൻ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്? ബോൾഡ് കളേഴ്സ് യൂസ് ചെയ്യണം, നല്ല ഡൈനാമിക് ആയിട്ടുള്ള ഡിസൈൻസ് കൂടെ യൂസ് ചെയ്യണം. ഏത് പോസ്റ്റർ കോണ്ടന്റ് ആണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ. ഓക്കെ, എന്നാൽ മാത്രമേ ആൾക്കാർ അത് ശ്രദ്ധിക്കുള്ളൂ. ഒരു നോർമൽ എല്ലാ പോസ്റ്ററിലെ എല്ലാ കോണ്ടന്റും കോപ്പിയും സിപിയും ഒക്കെ ഒരേ ഫോണ്ട് സൈസ് ഒരേ ഫോണ്ട് കളറിൽ ചെയ്താൽ അത് അട്രാക്റ്റീവ് ആയിരിക്കും? അറ്റൻഷൻ കിട്ടുമോ? ഇല്ല. നമ്മുടെ അറ്റൻഷൻ കിട്ടേണ്ട ഭാഗം കുറച്ചുകൂടെ ഹൈലൈറ്റ് ചെയ്തിട്ട് വേണം നിൽക്കാൻ. ഓക്കെ, ഇപ്പൊ ഈ ഒരു പോസ്റ്ററിൽ ഇവിടെ എന്താ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പോർഷൻ ഏതാണ്? ഈ ഒരു പോർഷൻ ആണ് അല്ലേ? ഇപ്പൊ ഈ ഫ്ലട്ടർ പഠിക്കാൻ ആഗ്രഹിക്കുന്ന, ഓൺലൈൻ കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. അപ്പൊ അവർ ഈ സ്ക്രോൾ ചെയ്യുന്നതിന്റെ ഇടയിൽ ഈ ഒരു പാട്ട് കണ്ട് അവരുടെ അറ്റൻഷൻ കിട്ടും. ദെൻ പിന്നെയാണ് ഈ ഒരു പാട്ടിൽ ചിലപ്പോൾ നോക്കുന്നുണ്ടാവുള്ളൂ. കാരണം ഇതാണ് ഇത് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത്. ഇതാണെന്ത്? CTA, അഡ്മിഷൻസ് ഓപ്പൺ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് ഡീറ്റെയിൽസ്. അപ്പൊ ഈ രീതിയിലാണ് പോസ്റ്റർ കോണ്ടന്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുക. ഓക്കെ, ഇനി വീഡിയോയുടെ കേസ് പറയുകയാണെങ്കിൽ ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. ഒന്നും കേൾക്കുന്നില്ല, ആക്ഷൻ മാത്രമേ ഉള്ളൂ. വോയിസ് കേൾക്കുന്നില്ല? ഇല്ല. ഞാൻ ജസ്റ്റ് ലിങ്ക് ഒന്ന് കോപ്പി ചെയ്തിട്ട് ചാറ്റ് ബോക്സ് ചെയ്യാം.
ജസ്റ്റ് ആ ലിങ്കിൽ ഒന്ന് കയറി നോക്കാവോ? കണ്ടു കഴിഞ്ഞിട്ട് ഒന്നും പറയണേ. കണ്ടു കഴിഞ്ഞോ? യെസ് യെസ്. ഓക്കെ. ആ വീഡിയോയുടെ ഹുക്ക് എന്താ? ഹുക്ക് അല്ലെങ്കിൽ അറ്റൻഷൻ പാർട്ട് എന്താണ്? കുറഞ്ഞ പ്രോഗ്രാമിന്റെ സമയം പേര് കൊണ്ട് നമുക്ക് എന്താണ്? കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് നല്ലൊരു ജോലി നേടാം എന്നല്ലേ? അതൊക്കെ അത് തീം, വീഡിയോയുടെ തീം എന്താണ് അതാണ്. അതിന്റെ ഹുക്ക് എന്താണെന്നാണ് ഞാൻ ചോദിച്ചത്. എന്താണ് ഹുക്ക്? ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ് തന്നെയുള്ള ഒരു സ്റ്റാർട്ടിങ് 3 സെക്കൻഡ്സിനുള്ളിൽ ഓഡിയൻസിന്റെ അറ്റൻഷൻ കിട്ടുന്ന ഒരു ടൈപ്പ് ഓഫ് കോണ്ടന്റ് അതിൽ ഇൻട്രോ ഉണ്ടായിരിക്കണം. ഈ വീഡിയോയുടെ ഹുക്ക് എന്താ? ഇപ്പൊ ഞാൻ കാണിച്ചു തന്ന വീഡിയോയുടെ എന്താണ്? കണ്ടില്ലേ ആരും വെറും വീഡിയോ? മണ്ടത്തരം. വെറും മണ്ടത്തരം. എന്താ? ഓക്കെ, മണ്ടത്തരം. വെറും മണ്ടത്തരം. ഇപ്പോ നിങ്ങളിപ്പോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തൊന്നല്ല, നിങ്ങൾ ചുമ്മാ റീല് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇടയിൽ ഈ ഒരു വീഡിയോ സ്റ്റാർട്ടിങ് ഇത് കാണും. നിങ്ങൾ മണ്ടത്തരാണ് ചെയ്യുന്നത്, നിങ്ങൾ വെറും മണ്ടത്തരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോ കാണുന്ന ആളുടെ തോട്ട് എന്തായിരിക്കും? എന്താണ് ആ മണ്ടത്തരം എന്ന് അറിയാൻ വേണ്ടിട്ട് ആൾ ആ വീഡിയോ കാണോ ഇല്ലയോ? കാണും. അതെ. കാണില്ലേ? യെസ്. കാണും കാണും. യെസ്. അപ്പൊ അതാണ് അവിടെ യൂസ് ചെയ്തിട്ടുള്ള ഹുക്ക്. ഇതിപ്പോ ഇതുമായിട്ട് റിലേറ്റഡ് ഒരാളും ആയിരിക്കണമെന്നില്ല. ആ മണ്ടത്തരം, ആ വീഡിയോയിൽ പറയുന്ന മണ്ടത്തരം എന്താന്ന് അറിയാൻ വേണ്ടി കണ്ടിരിക്കുന്ന ഒരാളായിരിക്കാം. ബട്ട് സ്റ്റിൽ ആ അറിയുന്ന ആൾക്ക്, അവർക്ക് അറിയുന്ന ഏതെങ്കിലും പരിചയത്തിലുള്ളവർക്കോ, ഇവർക്ക് ഈ ഷെയർ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ നമ്മുടെ കോണ്ടന്റ്, ഷെയർ കൂടൂലേ? ഇനി അതല്ല, ഈ ഒരു കോഴ്സ് തന്നെ വേണ്ടവരും അവരിലേക്ക് എത്താൻ സാധ്യത കൂടില്ലേ? ഇല്ലേ? നമ്മള് ഇപ്പൊ ഡിസ്കസ് ചെയ്ത ഐഡ എന്ന് പറഞ്ഞ ഫ്രെയിംവർക്ക് അതിൽ നിങ്ങൾ കണ്ടോ? ആദ്യം എന്ത് പറഞ്ഞു? ഹുക്ക് കൊടുത്തു. പിന്നെ എന്താണ്? ഈ കോഴ്സിനെ കുറിച്ച് സംസാരിച്ച് ഇൻട്രസ്റ്റ് ചെയ്ത് നമ്മുടെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരു ഡിസിഷൻ അവിടെ കൊണ്ടെടുപ്പിക്കുന്നില്ലേ? ഇല്ലേ? യെസ്. ആ ഇതിൽ എവിടെ ഡിസിഷൻ അപ്പൊ എവിടെ എടുക്കുന്നത്? ഇവിടെ ഒരു ഇൻട്രസ്റ്റ് പാർട്ടല്ലേ വർക്കൗട്ട് ആയല്ലോ. സി അതില് നമ്മള് അവിടുത്തെ കാര്യം പറയുന്നുണ്ട്. ഇത്ര മാസം കൊണ്ട് കിട്ടും, 3-4 വർഷം കൊണ്ട് പഠിച്ചിട്ട് കോഴ്സ് ജോലി നോക്കുന്നോ അതോ 6 മാസം കൊണ്ട് പഠിച്ച് ജോലി നോക്കുന്നോ എന്നുള്ള ഒരു ചോദ്യം ഓഡിയൻസിലേക്ക് എന്താണ് ഒരു തിങ്കിങ് അവിടെ നടക്കുന്നുണ്ട്. ഓഡിയൻസ് ആലോചിക്കും, എന്നിട്ട് അവരെന്തോ ഒരു ഡിസിഷനിലേക്ക് എത്തുന്നുണ്ട്. ഇല്ലേ? ഓക്കെ. അതാണ് അതിന്റെ ഡിസിഷൻ പാർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ വീഡിയോസോ എന്തോ ആയിക്കോട്ടെ, ഈ രീതിയിലായിരിക്കണം നിങ്ങളുടെ കോണ്ടന്റ് ഉണ്ടായിരിക്കേണ്ടത്. ഐഡ എന്ന് പറഞ്ഞ ഫോർമാറ്റില്. ഹുക്ക് എന്താന്ന് മനസ്സിലായോ നിങ്ങൾക്ക്?
മനസ്സിലായില്ലേ? യെസ്. ഓക്കെ. വേറൊരു വീഡിയോ കൂടെ കാണിച്ചു തരാം. ഈ റൂൾസ് ഫോളോ ചെയ്യാതെ ഉള്ള അഡ്വർടൈസ്മെന്റ്സ് അത് ചെയ്യാം, സെയിൽസ് കൺവേർഷൻ നടക്കില്ലെന്നാണോ? ചെയ്തുകൂടാന്നില്ല. ഓക്കെ. നടക്കില്ല എന്നല്ല, ചെയ്യുന്നോണ്ട് ഒരു കുഴപ്പമില്ല. അറ്റ് നമ്മുടെ ഇഷ്ടമാണ് ഏത് രീതിയിൽ ചെയ്യണം എന്നുള്ളത്. അത് പക്ഷേ കറക്റ്റ് ആണ്. നമുക്ക് കുറച്ചുകൂടെ ലീഡ്സ് കിട്ടണം, നമ്മുടെ കോണ്ടന്റ് നല്ല രീതിയിൽ ഓഡിയൻസ് കാണണം എന്നതാണല്ലോ നമ്മുടെ ഗോള്. അപ്പൊ ആ ഒരു ഗോള് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രെയിം വർക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം. ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ. കണ്ടു കഴിഞ്ഞാൽ ഒന്ന് പറയണേ. യെസ്. കണ്ടു കഴിഞ്ഞോ? എന്താ ആ വീഡിയോയുടെ ഹുക്ക് എന്താ? ശരിക്കും പറഞ്ഞാൽ അതിന്റെ കണ്ടന്റ് എനിക്ക് റൂൾസ് വെച്ചിട്ടല്ല പറഞ്ഞ, ആ BGM ഭയങ്കര ഹൈ ആയിരുന്നു. അവര് അതെ അതെ പറയുന്നത് അതെ, അത് ശരിയാണ്, അത് ശരിയാണ്. എനിക്ക് ക്ലിയർ ആയിട്ട് കേട്ടു പോലും ഇല്ല അത്. ഓക്കെ ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഹുക്ക് എന്ന് പറയുന്നത് നിങ്ങൾ ഡെയിലി ലൈഫിൽ പൈത്തൺ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കൂ എന്നുള്ളതാണ് ഹുക്ക്. ഇപ്പോ ഒരു IT ഫീൽഡിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ ആൾക്കത് മനസ്സിലാവും. മീൻസ് ഡെയിലി ലൈഫിൽ പൈത്തൺ യൂസ് ചെയ്യുന്നുണ്ടോ, അതെങ്ങനെ എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി IT ഫീൽഡിലുള്ളവർക്ക് ഉണ്ടാവും. അപ്പൊ അതൊരു IT കോഴ്സ് ആണ്, കോഡിംഗ് കോഴ്സ് ആണ്. അപ്പൊ അതാണ് ആ രീതിയിലുള്ള ഒരു ഹുക്ക് വെച്ചിട്ടുള്ളത്. ഓക്കെ, മനസ്സിലായോ ഹുക്ക്? അതിന്റെ ഹുക്ക് ഞാൻ ഇപ്പൊ പറഞ്ഞപ്പോ. ഓക്കെ. യെസ്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ നാളെ ഒരു സ്ക്രിപ്റ്റ് എഴുതുമ്പോ ഈ രീതിയിൽ ഒരു ഹുക്ക് മസ്റ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ എല്ലാ കോണ്ടന്റും പോലെ നാളെ നമ്മുടെ കോണ്ടന്റ് കാണുമ്പോൾ അവരെന്ത് ചെയ്തും, ഓഡിയൻസ് സ്കിപ്പ് ചെയ്ത് പോകും. അപ്പൊ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഓക്കെ. ഓക്കെ, ഇൻട്രസ്റ്റ് പറഞ്ഞു, ഡിസയർ പറഞ്ഞു. ഓക്കെ, ഡിസയർ എന്ന് പറഞ്ഞൊരു പോർഷൻ ഇല്ലേ, ആ പോർഷനിൽ ഞാൻ പറഞ്ഞു നമുക്ക് പല രീതിയിൽ ഓഡിയൻസിനെ കൊണ്ട് ഡിസിഷൻ മേക്ക് ചെയ്യിക്കാം. ഫോർ എക്സാമ്പിൾ, ഇമോഷൻസ് യൂസ് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഇമോഷൻ ഏതാ? ഫിയർ ആണ്. ഫോർമോസ്റ്റ് സ്ട്രാറ്റജി എന്ന് പറയും, ഫിയർ ഓഫ് മിസ്സിംഗ് ഔട്ട്. അതെന്താണ്? ഒരു ഇമോഷൻ ഓഡിയൻസിൽ ഉണ്ടാക്കുകയാണ്. അയ്യോ അതിപ്പോ തീരും, ഇപ്പൊ തന്നെ അത് ബുക്ക് ചെയ്യാം എന്നൊരു തോട്ട് അവിടെ മേക്ക് ചെയ്യും. പിന്നെ ഏത് രീതിയിൽ നമുക്ക് ഡിസിഷൻ മേക്ക് ചെയ്യാം? എങ്ങനെയാ? നമ്മുടെ ബെനിഫിറ്റ്സ് അവിടെ കാണിക്കാം. നമ്മുടെ ഹൈലൈറ്റ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവില്ലേ? ഇപ്പൊ ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോ ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഉണ്ട്, ഒരു ഫെയർനെസ് ക്രീം ആണെന്ന് വിചാരിക്കും. അപ്പൊ ഫെയർനെസ് ക്രീം ഓരോ സ്കിൻ ടൈപ്പിനും ഓരോ പ്രൊഡക്റ്റ് ആണ് ഉണ്ടാവുക. എന്റെ പ്രൊഡക്റ്റ് എല്ലാ സ്കിൻ ടൈപ്പിനും യൂസ് ചെയ്യാം എന്നുള്ളത് എനിക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു ഫീച്ചർ അല്ലേ? അല്ലെ എന്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് 7 days കൊണ്ട് നിങ്ങളുടെ പ്രോബ്ലം മാറും എന്നുള്ളത് എന്താണ്? എനിക്ക് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പോയിന്റ് അല്ലേ? അപ്പൊ ആ രീതിയിൽ എന്റെ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത ഓഡിയൻസിന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ത് ചെയ്യാ, കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യാം. അപ്പൊ എന്താവും? ഓൾറെഡി അവരുടെ ഇടയിൽ ഒരു ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാവും. നെക്സ്റ്റ് ഏത് രീതിയിലാന്ന് വെച്ചാല് സോഷ്യൽ പ്രൂഫ് യൂസ് ചെയ്തിട്ട് ചെയ്യാം. ഞാൻ ഇന്നലെ പറഞ്ഞു നമുക്ക് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു മാർഗമാണ് ടെസ്റ്റിമോണിയൽസ് യൂസ് ചെയ്യുന്നത്.
പ്രൊഡക്റ്റിന്റെ ആണെങ്കിലും സർവീസസിന്റെ ആണെങ്കിലും എന്തിന്റെ ആണെങ്കിലും അത് യൂസ് ചെയ്ത ഒരാൾ കൊള്ളാം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഒബ്വിയസ്ലി കേൾക്കുന്ന ഒരാൾക്ക് അതൊന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നും. അപ്പോ ഈ രീതിയിലുള്ള കോണ്ടന്റ്സ് അല്ലെങ്കിൽ ഈ രീതിയിൽ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓഡിയൻസിന്റെ ഇടയിൽ എന്താണ് ഡിസിഷൻ മേക്കിംഗ് നടക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, കോൾ ടു ആക്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. എന്ത് ചെയ്യണം? അവിടെ ഒരു അർജൻസി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കണം. കേൾക്കുന്നുണ്ടോ? യെസ്. ഓക്കെ, അപ്പോ ഐഡ ഫ്രെയിംവർക്ക് മനസ്സിലായോ കംപ്ലീറ്റ്ലി? യെസ്. ഐഡ ഫ്രെയിംവർക്കിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? നമ്മളിത് ഈ ആണോ? റൂൾ ഫോളോ ചെയ്യുന്നത് എല്ലാ ടൈപ്പ് ഓഫ് അഡ്വർടൈസ്മെന്റ്സിലും നമ്മൾ ഫോളോ ചെയ്യത്തില്ലേ? നോട്ട് ഓൺലി വിഷ്വൽ, റിട്ടൺ, എവരിവെയർ, അങ്ങനെയാണോ? ഫോളോ ചെയ്യാം. പക്ഷേ ഇത് സെയിൽസ് ഓറിയന്റഡ് ആയിട്ടുള്ളതിലാണ് യൂസ് ചെയ്യേണ്ടത്. ചിലത് ഞാൻ പറഞ്ഞില്ലേ ഇൻഫോർമേറ്റീവ് കൈൻഡ് കോണ്ടന്റ്സ് ഉണ്ടാവില്ലേ, അതിൽ ഈ രീതിയിൽ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതില് ഒന്നുമില്ല, നമ്മുടെ പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഇൻഫർമേഷൻ പാസ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരിക്കും. ആ ടൈപ്പ് ഓഫ് കോണ്ടന്റിൽ ഇതിന്റെ ആവശ്യമില്ല, ഇത് യൂസ് ചെയ്യരുത്. യെസ്. ഓക്കെ, അപ്പൊ ഐഡ ഓക്കെ ആണല്ലോ അല്ലെ? ഇനി നെക്സ്റ്റ് പറയാനുള്ളത് വീഡിയോ കോണ്ടന്റ്സിനെ കുറിച്ചാണ്. ഞാൻ പറഞ്ഞു വീഡിയോ കോണ്ടന്റ്സ് ഒരുപാട് പല രീതിയിൽ നമുക്ക് ചെയ്യാം. ഇവിടെ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് വെച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? എക്സ്പ്ലെയിനർ വീഡിയോസ്. എന്താ എക്സ്പ്ലെയിനർ വീഡിയോസ്? എന്തായിരിക്കും? Explain about your product or service. യെസ്, കറക്റ്റ്. ആ ടൈപ്പ് ഓഫ് കോണ്ടന്റ്സ് ആണ് എന്ത്? എക്സ്പ്ലെയിനർ വീഡിയോ. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ ആണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്ന രീതിയിൽ നമ്മൾ നരേറ്റ് ചെയ്ത് പറയത്തില്ലേ, ആ ടൈപ്പ് ഓഫ് കോണ്ടന്റ് വീഡിയോ കോണ്ടന്റ് ആണ് എന്ത്? എക്സ്പ്ലെയിനർ എന്ന് പറയും. ഇനി ടെസ്റ്റിമോണിയൽ ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം തന്നെയാണ്. ഒരു പ്രൊഡക്റ്റോ അല്ലെങ്കിൽ സർവീസോ യൂസ് ചെയ്തിട്ട് അതിന്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ട്യൂട്ടോറിയൽസ് ടൈപ്പ് ഉണ്ടാവും. ഇപ്പോൾ എടെക് ഫീൽഡിലൊക്കെ ഉള്ളവരാണ്, എടെക് തന്നെ ആവണമെന്നില്ല, എന്ത് കാര്യവും നമുക്ക് വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ ടീച്ചിങ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ കോണ്ടന്റ്സ് ഉണ്ടാവില്ലേ, അതും ടൈപ്പ് ഓഫ് വീഡിയോ കോണ്ടന്റ് ആണ്. ഇനി ഇതല്ലാതെ വേറെ വീഡിയോ കോണ്ടന്റ് ഉണ്ട്, ആഡ് വീഡിയോ എന്ന് പറയും. ആഡ് വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാംസിലൊക്കെ സ്റ്റോറി കാണുമ്പോ പെട്ടെന്ന് വീഡിയോ കോണ്ടന്റ്സ് വരാറില്ലേ? ആഡ് വീഡിയോ വരാറില്ലേ? കണ്ടിട്ടില്ലേ? ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യാറില്ലേ? ഓക്കെ, അതിന്റെ പ്രത്യേകത എന്താ? എത്ര ടൈം നമുക്കത് കാണാൻ പറ്റും? ഒരുപാട് ടൈം കാണാൻ പറ്റുമോ? കാണാൻ പറ്റുമോ? വൺ ടൈം ആഡോ? എങ്ങനെ മനസ്സിലല്ല, എന്താ ഉദ്ദേശം? അല്ല, ഒരുപാട് ടൈം കാണാൻ പറ്റുമോ? നോർമൽ റീൽസ് ഒക്കെ കാണുന്ന പോലെ ആഡ് വീഡിയോ ഒരുപാട് ടൈം കാണാൻ പറ്റാറുണ്ടോ? ഇല്ല ഇല്ല. ഇല്ല, ലിമിറ്റഡ് ടൈം ആണ് അല്ലെ? കൂടിപ്പോയ ഒരു 30 സെക്കൻഡ്സ് അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി അത് കണ്ടിട്ട് നമുക്ക് അതിന്റെ ബാക്കി കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ റീൽ പോയിട്ട് ആ അക്കൗണ്ട് കയറി നോക്കി കാണേണ്ടി വരും അല്ലെ? അപ്പോ ആഡ് വീഡിയോസ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആ ഒരു 30 ഫസ്റ്റ് നമ്മൾ ഹുക്ക് എന്ന് പറഞ്ഞില്ലേ, ആ ഹുക്ക് തന്നെ എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ആഡ് ചെയ്യുന്നത് ആ കാര്യം കറക്റ്റ് ആ ഹുക്കിൽ മെൻഷൻ ചെയ്തിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ, ഒരു ആഡ് വീഡിയോ ഞാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്നുള്ള ആ ഒരു വേർഡ് എന്റെ ഹുക്കിൽ തന്നെ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അത് റിലേറ്റഡ് ആയിട്ടുള്ള ആ വീഡിയോ കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ കംപ്ലീറ്റ് ആ വീഡിയോ ഇരുന്ന് കാണത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്ത് പോകും. അതേസമയം ഇപ്പൊ ഒരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ എന്താണ് അതിന്റെ ബാക്കി, എന്താ ഡീറ്റെയിൽസ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? അവരെ നമ്മൾ ഒന്നുകിൽ കോൺടാക്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ അക്കൗണ്ട് എടുത്ത് നോക്കിയിട്ട് ആ വീഡിയോ നോക്കും അല്ലേ?
അപ്പോ ആഡ് വീഡിയോസ് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ഹുക്കിൽ തന്നെ എന്താണോ നിങ്ങളുടെ ഒബ്ജക്റ്റീവ്, ആ ഒബ്ജക്റ്റീവ് അതിൽ ഉണ്ടായിരിക്കണം. മനസ്സിലായോ? ഓക്കെ. ഓക്കെ. ഒരു ഡൗട്ട് പിന്നെ ചോദിച്ചിട്ട്, ഇപ്പൊ വരുന്നൊരു നമ്മള് അങ്ങനത്തെ അഡ്വർടൈസ്മെന്റ്സിൽ നമ്മള് ഇത് #ടാഗ്സ് ഉപയോഗിക്കണമെന്ന്, അതല്ലേ കുറച്ചുകൂടെ, അത് ഉപയോഗിക്കുന്നതുകൊണ്ട് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കത്തില്ലേ? #ടാഗ്സ് യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഇപ്പൊ കൂടുതലും ഞാൻ അറിഞ്ഞത് #ടാഗ്സിനെക്കാളും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവില്ലേ, അതിൽ കീവേഡ്സ് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ എന്നാണ് ഇപ്പൊ റീസെന്റ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. ഓക്കെ. #ടാഗ് യൂസ് ചെയ്താലും നമ്മള് വീഡിയോ അല്ലേ കാണാം. #ടാഗ് എല്ലാരും ഇരുന്ന് നോക്കണം എന്നില്ലല്ലോ. മെയിൻ എന്താ, നമ്മൾ ആ വീഡിയോയിൽ എന്താണ് പറയുന്നത് എന്നല്ലേ നോക്കുക. അല്ല, നമ്മൾ ചില ആ പറയുന്ന കാര്യം അഡ്വർടൈസ്മെന്റ്സ്, നമ്മളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ പറ്റി നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ഓപ്ഷൻ ചെയ്യുമ്പോൾ നമ്മൾ കൂടുതലും എനിക്ക് തോന്നുന്നത് സെർച്ച് ചെയ്യുന്നത് ടാഗ്സ് ആണോ എന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷെ അപ്പോ ഇപ്പൊ നമ്മളൊരു ഫോർ എക്സാമ്പിൾ യൂഷ്വലി ഡിജിറ്റൽ നമ്മളിപ്പോ സ്റ്റോറി കാണുന്നതിന്റെ സെർച്ച് ഹലോ ചെയ്യുമ്പോൾ സെർച്ച് ചെയ്യുമ്പോ ഹലോ പിന്നെ സോറി, പറഞ്ഞായിരുന്നോ? ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ സെർച്ച് ചെയ്യുമ്പോഴേ, ഫോർ എക്സാമ്പിൾ ഡിജിറ്റൽ, കേൾക്കാമോ? കേൾക്കാം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് സെർച്ച് ചെയ്യണമെന്ന് ഇരിക്കട്ടെ, ഫോർ എക്സാമ്പിൾ ഇൻസ്റ്റാഗ്രാം. അപ്പോ നമുക്ക് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസീസിന്റെ അഡ്വർടൈസ്മെന്റ്സ് എല്ലാം വരും. പക്ഷെ അതിനകത്തെല്ലാം കോമൺ ആയിട്ടുള്ളത് ഒരു പക്ഷേ ഈ #ടാഗ് അല്ലെന്ന് ഞാൻ ചോദിക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ വേറെ രീതിയിൽ ചോദിക്കാം. നമുക്കൊരു അഡ്വർടൈസ്മെന്റ് ക്രിയേറ്റ് ചെയ്തു, നമ്മളത് നല്ല രീതിയിലാണ് കണ്ടന്റ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് അതിന് #ടാഗ്സ് ഇല്ല. അപ്പൊ ഇങ്ങനെ സെർച്ച് ചെയ്യുന്ന ഒരാൾക്ക് ഈ നമ്മുടെ അഡ്വർടൈസ്മെന്റ്സ് അവരുടെ ഫീഡിൽ വരുമോ? അതാ ഞാൻ പറഞ്ഞത്, #ടാഗ് ഒരു കുറച്ച് നാളുകൾക്ക് മുന്നേ വരെ #ടാഗ്സ് തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ അൽഗോരിതം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇൻസ്റ്റാഗ്രാമിന്റെ. നമ്മള് ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവില്ലേ, ഡിസ്ക്രിപ്ഷനിൽ കീവേഡ്സ് ആ വീഡിയോയുടെ കോണ്ടന്റ് മെയിൻ തീം എന്താണോ അതുമായിട്ട് കണക്ട് ചെയ്യുന്ന രീതിയിൽ കീവേഡ്സ് പറയും. കീവേഡ്സ് യൂസ് ചെയ്തിട്ട് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുകയാണ് ഇപ്പോഴത്തെ ഒരു അൽഗോരിതം വെച്ചിട്ട് ചെയ്യാറ്. അപ്പൊ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ആ അൽഗോരിതം വെച്ചിട്ട് ഉള്ള യൂസേഴ്സിന് ആ ഫീഡിൽ എത്തും. ആ രീതിയിലാണ് ഇപ്പൊ ഉള്ളത്. ഓക്കെ. അപ്പൊ ആഡ് വീഡിയോ എന്ന് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, നമ്മളിപ്പോ സ്റ്റോറീസ് കണ്ടിട്ട് ആ ലിമിറ്റഡ് ടൈമിൽ മാത്രമേ ആ ആഡ് കാണത്തുള്ളൂ. അത് ആ ഒരു ലിമിറ്റഡ് ടൈമിനുള്ളിൽ ഓഡിയൻസിന്റെ അറ്റൻഷൻ നമുക്ക് കിട്ടിയേ തീരൂ. അവിടെയാണ് ഞാൻ പറഞ്ഞത് ഹുക്കില് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താണോ അത് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം എന്നുള്ളത്. ഓക്കെ. പിന്നെ ഉള്ളൊരു വീഡിയോ ടൈപ്പ് ആണ് എൻഗേജിങ് ആയിട്ടുള്ള വീഡിയോസ്. ഫോർ എക്സാമ്പിൾ അതില് ഡയറക്റ്റ് സെയിലും അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യും ഒന്നുമില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യും. അതിലൊരു കഥ ഉണ്ടാവും, എന്തെങ്കിലും ഒരു എൻഗേജിങ് പല ഇമോഷൻസ് വേണേൽ നമുക്ക് അതിൽ യൂസ് ചെയ്യാം. സന്തോഷം കാണിക്കാം, സങ്കടം കാണിക്കാം, പല രീതിയിൽ ഇമോഷൻസ് യൂസ് ചെയ്ത് നമുക്കൊരു സ്റ്റോറി മേക്ക് ചെയ്ത് അതില് ഇൻഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സർവീസിനെ പ്രൊമോട്ട് ചെയ്യാം. ആ കൈൻഡ് ഓഫ് വീഡിയോ കോണ്ടന്റ് ആണ് എൻഗേജിങ് ടൈപ്പ് വീഡിയോ കോണ്ടന്റ്. ഓക്കെ, എൻഗേജിങ് ടൈപ്പ് മനസ്സിലായോ? യെസ്. ഓക്കെ. നമ്മളിപ്പോ ഏത് പ്രൊഡക്റ്റും ആയിക്കോട്ടെ, നമ്മളിപ്പോ വീഡിയോ കോണ്ടന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ടൈപ്സ് ഓഫ് വീഡിയോ കോണ്ടന്റ്സ് ഉണ്ട്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഏത് ടൈപ്പിലാണ് നമ്മൾ വീഡിയോ ചെയ്യേണ്ടതെന്നുള്ളത് ഫിക്സ് ചെയ്യുക, നമ്മൾ തീരുമാനിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രൊഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് ഏത് രീതിയിലാണ് ഇപ്പൊ നമ്മുടെ ഓഡിയൻസ്, ഫോർ എക്സാമ്പിൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ബേസ്ഡ് ആയിട്ടുള്ള പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആദ്യം ചെയ്യുക എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അവിടെ എന്തൊക്കെ കോഴ്സുകളാണ്, ഇന്ന കോഴ്സുകളാണ്, ഈ ഒരു ഇത്രയാണ് മന്ത് ഡ്യൂറേഷൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ രീതിയിൽ ആദ്യം എന്ത് ചെയ്യും, ഒരു കോണ്ടന്റ് ചെയ്യും. പിന്നെ എന്താ ചെയ്യുക, ടെസ്റ്റിമോണിയൽസ്. ഒരു സ്റ്റെപ്പ് ഉണ്ട്, ആദ്യം തന്നെ ടെസ്റ്റിമോണിയൽസ് ആണ് വിടുക, അല്ല, ഓഡിയൻസിലേക്ക്
അവിടെ എന്താണെന്നുള്ളത് ആദ്യം എത്തിക്കും. പിന്നെയാണ് എന്താ ചെയ്യുക, ടെസ്റ്റിമോണിയൽസ് ഇടാം. ദെൻ പിന്നെ എന്ത് ചെയ്യും, ട്യൂട്ടോറിയൽസ് ഇടും. അങ്ങനെയല്ലേ? അപ്പോ ആദ്യം നമുക്ക് എന്ത് ടൈപ്പ് വീഡിയോ ആണ് പോവേണ്ടതെന്ന് ചൂസ് ചെയ്യണം. ഇതിപ്പോ ഈ ഒരു ക്രമത്തിൽ തന്നെ ആവണമെന്നില്ല. ചിലപ്പോ എക്സ്പ്ലെയിൻ വീഡിയോ ചെയ്തിട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. എക്സ്പ്ലെയിൻ വീഡിയോ ചെയ്തിട്ട് ഇനിയിപ്പോ എൻഗേജിങ് ആണ് എന്നുണ്ടെങ്കിൽ എൻഗേജിങ് രീതിയിൽ എൻഗേജിങ് വീഡിയോ നെക്സ്റ്റ് ചെയ്യാം. ഓക്കെ, ഓക്കെ, മനസ്സിലായല്ലോ അല്ലേ? ഇനി വീഡിയോ കണ്ടന്റില് മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ചാൽ, ഈ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഓഡിയൻസിന് എന്തെങ്കിലും ഒരു കാര്യം, എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ എന്തെങ്കിലും അവർക്ക് കിട്ടിയോ? കാരണം അവരുടെ പോയിന്റ് ഓഫ് വ്യൂ എന്താണ്, ഈ വീഡിയോന്ന് എനിക്ക് എന്ത് കിട്ടി എന്നുള്ളതാണ് അല്ലേ? വാട്ട്സ് ഇൻ ഇറ്റ് ഫോർ മീ. അങ്ങനെ അവർക്ക് വാല്യുബിൾ ആയിട്ട് എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ മാത്രമേ അവര് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് വാങ്ങിക്കുള്ളൂ, അല്ലേ? അതെ. അത് ഏത് ടൈപ്പ് വീഡിയോ ആണെങ്കിലും, എൻഗേജിങ് ആയിക്കോട്ടെ, ഇൻഫോർമേറ്റീവ് ആയിക്കോട്ടെ, ആഡ് വീഡിയോ ആയിക്കോട്ടെ, എന്ത് ടൈപ്പ് ആയിക്കോട്ടെ, യൂസേഴ്സ് അല്ലെങ്കിൽ ഓഡിയൻസിന് വാല്യുബിൾ ആയിട്ട് എന്തെങ്കിലും ഒരു ഇൻഫോ അതിൽ ഉണ്ടായിരിക്കണം. മനസ്സിലായോ? പറഞ്ഞ മനസ്സിലായോ? വീഡിയോ കോണ്ടന്റ് പറഞ്ഞത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇല്ല. ഹലോ, കേൾക്കുന്നില്ലേ? ഓൾ ഗുഡ്, മനസ്സിലായി. ഓക്കെ ആണോ? ഓക്കെ ആണല്ലോ അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഫസ്റ്റ് എന്ത് പഠിച്ചു? കോപ്പീസ്. ടൈപ്സ് ഓഫ് കോണ്ടന്റ്സ് എന്താന്ന് പഠിച്ചു അല്ലെ? വീഡിയോ കോണ്ടന്റ് ഉണ്ട്, പോസ്റ്റർ കോണ്ടന്റ് ഉണ്ട്, കോപ്പീസ് പഠിച്ചു. കോപ്പീസ് ഏതൊക്കെ ടൈപ്പ് ഉണ്ടായിരുന്നു? ക്രിയേറ്റീവ് കോപ്പി ആൻഡ് ആഡ് കോപ്പി. യെസ്. പിന്നെന്താ പഠിച്ചത്? ടൈപ്സ് ഓഫ് വീഡിയോസ് പഠിച്ചു. മെയിൻ ആയിട്ട് എന്ത് പഠിച്ചു? ഐഡ പഠിച്ചു. ഐഡ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഫ്രെയിംവർക്ക്. ഇറ്റ്സ് എ ഫ്രെയിംവർക്ക്. ഓക്കെ. A stands for Attention. then I. Interest. Okay. D. Desire. Desire. Okay. Then last A stands for Action. okay. അപ്പൊ ഈ 4 കാര്യങ്ങൾ നമ്മളെ കോണ്ടന്റിൽ മസ്റ്റ് ആയിട്ട് ഉണ്ടാവാൻ നോക്കാം. പിന്നെ എന്താ പഠിച്ചത്? വീഡിയോ കോണ്ടന്റ്സ്. ഹുക്ക് എന്താന്ന് പഠിച്ചില്ലേ? എന്തായിരുന്നു ഹുക്ക്? ഫസ്റ്റ് 3 സെക്കൻഡ്സിൽ ഉപയോഗിക്കുന്ന വേർഡ്സ് അല്ലെങ്കിൽ വേർഡ്സ് എന്ന് പറയാൻ പറ്റില്ല. ഫസ്റ്റ് 3 സെക്കൻഡിലുള്ള ഓഡിയൻസിന്റെ അറ്റൻഷൻ ഗ്രാബ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് കോണ്ടന്റ്. ഓക്കെ. ഓക്കെ. പിന്നെന്താണ് പഠിച്ചിട്ടുള്ളത്? എന്താണ് CTA? കോൾ ടു ആക്ഷൻ. കോൾ ടു ആക്ഷൻ. ആദ്യം ഓഡിയൻസിന്റെ അറ്റൻഷൻ കിട്ടുക, ദെൻ ഒരു ഇൻട്രസ്റ്റ് മേക്ക് ചെയ്യുക, ദെൻ നമ്മുടെ ബെനിഫിറ്റും നമ്മുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, നമ്മുടെ ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യേണ്ട റീസൺസ് എന്താണ്, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് അവരുടെ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് അവരെ അറിയിക്കുക. അത് നമുക്ക് ഡിഫറെന്റ് രീതികൾ യൂസ് ചെയ്യാം. ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമോഷൻസ് യൂസ് ചെയ്യാം. പിന്നെ എന്താ പറഞ്ഞത്? ടെസ്റ്റിമോണിയൽസ് യൂസ് ചെയ്യാം. പിന്നെന്താ പറഞ്ഞേ? വേറെ ഏതൊക്കെ രീതിയിൽ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യിക്കാം? നമ്മുടെ ബെനിഫിറ്റ് എന്താണ്, നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് അവർക്ക് എന്താണ് ഗുണം, അല്ലെങ്കിൽ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിൽ നിന്ന് നമ്മളെ ഡിഫറെന്റ് ആക്കുന്ന എന്താണ്, ആ ഒരു പോയിന്റ് പറഞ്ഞിട്ട് അവരെ കൊണ്ടൊരു ഡിസിഷൻ നമുക്ക് എടുപ്പിക്കാം, അല്ലേ? യെസ്.
ഓക്കെ. പിന്നെ നമ്മൾ ഇന്ന് എന്താ ഡിസ്കസ് ചെയ്തത്? മൂവ്മെന്റ് മാർക്കറ്റിംഗ്. മൂവ്മെന്റ് മാർക്കറ്റിംഗ് അറിയാലോ അല്ലെ? എന്താണ്? കറന്റ് ട്രെൻഡിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന ഓഡിയൻസിനെ ഒന്നുകൂടെ എൻഗേജ് ചെയ്യുന്ന രീതിയിൽ കോണ്ടന്റ് മേക്ക് ചെയ്യുന്നത്. അത് വീഡിയോ കോണ്ടന്റിലും യൂസ് ചെയ്യാം, പോസ്റ്റർ കോണ്ടന്റിലും യൂസ് ചെയ്യാം, എല്ലാത്തിലും യൂസ് ചെയ്യാം. ഈ ഹുക്ക് എന്ന് പറയുന്നത് വീഡിയോ കോണ്ടന്റിൽ മാത്രമല്ല, കരോസൽസിലും യൂസ് ചെയ്യും. ഓക്കെ. 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 പിന്നെന്താ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ടൈപ്പ് ഓഫ് വീഡിയോ കോണ്ടന്റ്സ് ഏതൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. ഏതൊക്കെയായിരുന്നു? എക്സ്പ്ലെയിൻ ചെയ്യുന്ന ടൈപ്പ് ഉണ്ട്, ട്യൂട്ടോറിയൽസ് ഉണ്ട്, ടെസ്റ്റിമോണിയൽസ് ഉണ്ട്, ആഡ് വീഡിയോസ് ഉണ്ട്, എൻഗേജ്മെന്റ് കൈൻഡ് വീഡിയോസ് ഉണ്ട്, ഇൻഫോർമേറ്റീവ് കൈൻഡ് വീഡിയോസ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും വീഡിയോ എന്താണെന്ന് ഡൗട്ട് എങ്ങാനുണ്ടോ ആർക്കെങ്കിലും? കാരണം നിങ്ങൾ നാളെ സ്ക്രിപ്റ്റ് ചെയ്യുമ്പോ അതപ്പ എന്താന്നുള്ള അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് ഞാൻ ചോദിച്ചത്. നാളെ നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആയിരിക്കും ചെയ്യുക. ഓക്കെ അല്ലേ? ഓക്കെ. ഓക്കെ. അപ്പോ ഇത്രയാണ് ഇന്നത്തെ സെഷനിൽ ഉള്ളത്. ഇന്നത്തെ സെഷൻ ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? എല്ലാം ക്ലിയർ ആണ്. ഓക്കെ ആണ്. ഓക്കെ ആണല്ലേ? എല്ലാവർക്കും വിമലിന് ഓക്കെ ആണ്. ബാക്കിയുള്ളവർക്കൊക്കെ എന്താ? നഫ്ന ഓക്കെ ആണോ? നഫ്ന, ഇൻഫാത്ത്, റോണി, അലക്സ്, ബിജു ഓക്കെയാണ്. ഓക്കെ ആണോ? Yeah. നഫ്ന ഡൗട്ട് ഒന്നുമില്ലല്ലോ? നഫ്നില്ലേ? ഓക്കെ. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. നാളെ നമ്മള് ഓരോ വീഡിയോസിന്റെ എക്സാമ്പിൾസ് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അത് വെച്ചിട്ട് നമ്മൾ നാളെ നിങ്ങളെ കൊണ്ട് തന്നെ സ്വന്തമായിട്ട് ഒരു സ്ക്രിപ്റ്റ് എങ്ങനെയാണ് സ്ക്രിപ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയാം. ഓക്കെ? ഓക്കെ. ഓക്കെ. Sure. ഓക്കെ. അപ്പൊ ശരി. ബൈ. Thank you so much. Bye. ബൈ.